back to OP 10.0 Orientation Session 4 Syllabus Decoding for the Bachelor of Science Multidisciplinary. Welcome to Session 4 Syllabus Decoding of OP 10.0. അപ്പോൾ ഇന്ന് ഈ സെഷന് വേണ്ടിയിട്ട് നിങ്ങളുടെ കൂടെ അഡ്രസ് ചെയ്ത് സംസാരിക്കാൻ മൈസെൽഫ് മാധവി സയൻസിലെ മെന്റർ ആണ്. അതുപോലെ തന്നെ മുബീന മാം ഉണ്ട് കൊമേഴ്സിലെ മെന്റർ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കൂടെ LSE ജോയിൻ ചെയ്തിട്ടുണ്ട് ജാസ്മിനും കൂടെ. ഇത്രയും പേരായിരിക്കും നിങ്ങൾ അഡ്രസ് ചെയ്ത് സംസാരിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ ദേ ആർ ഹിയർ ഫോർ ബാക്കിംഗ് അപ്പ് യു ഗൈസ്. ഓക്കെ, സോ നമുക്ക് ഈ സെഷനിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സോ ഫസ്റ്റ് വൺ ഇസ് ഡീകോഡിംഗ് ദ സിലബസ്. ഡീകോഡിംഗ് ദ കോഴ്സസ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ടുള്ള കോഴ്സ് കോഡ് ഉണ്ട്. കാരണം നിങ്ങൾ ഒരു ട്രിപ്പിൾ മെയിൻ സബ്ജക്ട് പോലെ ചൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ കോഴ്സ് കോഡിലും എന്തൊക്കെയാണുള്ളത്, എന്തൊക്കെ ബ്ലോക്സ് ആണ് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, ആ ബ്ലോക്സിൽ എത്രയൊക്കെ യൂണിറ്റ്സ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ആദ്യം നോക്കുന്നുണ്ടാവുക. ദെൻ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് സെഷൻ നമ്മൾ നോക്കുന്നുണ്ടാവുക ലേൺ വൈസിലെ മെറ്റീരിയൽസിനെ പറ്റിയിട്ടായിരിക്കും. ലേൺ വൈസിൽ റെക്കോർഡഡ് വീഡിയോസിന് പുറമെ മെറ്റീരിയൽ സപ്പോർട്ട് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. ഓൾമോസ്റ്റ് നിങ്ങൾ കുറെ പേരൊക്കെ ഓൺ ബോർഡ് ചെയ്ത സമയത്ത് ഞാൻ ഇതിനെ പറ്റി പറഞ്ഞിട്ടുണ്ടാവും. അതല്ലാതെ നിങ്ങൾക്ക് കുറച്ച് ക്ലൂലെസ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. ലേൺ വൈസിലെ മെറ്റീരിയൽസ് എങ്ങനെയാണ് നമ്മൾ ആക്സസ് ചെയ്യുക, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, എങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു സെഷനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ ഒരു ടൈം ലൈൻ ക്ലാരിറ്റി നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതായത് നിങ്ങൾക്ക് അസൈൻമെന്റ്, എക്സാംസ്, സ്റ്റഡി സ്ലോട്ട്സ് എങ്ങനെയാണ് നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്യേണ്ടത്, സ്ട്രാറ്റജിക്കലി നിങ്ങൾ ഇതിനകത്തോട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും കൂടെ നമ്മളൊരു ക്ലാരിറ്റി തരുന്നതായിരിക്കും. Then we'll discuss or discover the advanced supports. Apart from the recorded videos or the material supports, we are having a wide range of support system. That is the exam special lives ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ മോഡൽ എക്സാംസ് ഉണ്ട്. ടെർമിനൽ എൻഡ് എക്സാമിനേഷന്റെ സമയത്ത് ഒരു ഹെൽപ്പ് ഡെസ്ക് ഉണ്ടാവാറുണ്ട്. EEP സെഷൻസ് ഉണ്ട്, ഹാപ്പിനെസ് അംബാസഡർ സെഷൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അപ് സ്കില്ലിംഗ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ഉണ്ട്. ഇതെല്ലാത്തിനും ശേഷം എല്ലാ സെഷനെ പോലെ തന്നെ ഈ ഒരു സെഷന് നമ്മൾ ആക്ഷൻ ടാസ്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. ആ ആക്ഷൻ ടാസ്കും കൂടിയായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. സോ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഇന്ന് എക്സ്പെക്ട് ചെയ്യാനുള്ളത്. സോ വി കൻ മൂവ് ഡയറക്ട്ലി ഓൺ ടു ദ സെഷൻ. ദാറ്റ് ഈസ് ഇഗ്നോ സിലബസിന് 5 ലെയേഴ്സ് ആണുള്ളത്. ഓക്കെ, ഇഗ്നോ സിലബസിന്റെ ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത് ഐദർ ഇറ്റ് ഇസ് കൺവേർട്ടഡ് ഇൻ ടു ഇയേഴ്സ് ഓർ സെമസ്റ്റേഴ്സ്. ഓക്കെ, ഇയർ വൈസ് ആയിരിക്കാം നിങ്ങളുടെ കോഴ്സ്, സെമസ്റ്റർ വൈസ് ആയിരിക്കാം നിങ്ങളുടെ കോഴ്സ്. ചിലപ്പോൾ നിങ്ങൾ സെമസ്റ്റർ വൈസ് പഠിച്ച് ഇയർ വൈസ് ആയിട്ടായിരിക്കും എക്സാം എഴുതുന്നുണ്ടാവുക. എന്ത് തന്നെയായാലും പ്രോഗ്രാം എപ്പോഴും സ്ട്രക്ചർ ചെയ്ത് വെച്ചിട്ടുണ്ടാവുക ഇയർ വൈസ് അല്ലെങ്കിൽ സെമസ്റ്റർ വൈസ് ആയിരിക്കും. അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് ഇയറിന്റെ എന്തൊക്കെ ടോപ്പിക്സ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഇനി അതുപോലെ തന്നെ കോഴ്സ് കോഡ്സും ബ്ലോക്സും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഓരോ കോഴ്സിനും അതിൻ്റെതായിട്ടുള്ള ബ്ലോക്സ് ഉണ്ട്, ടൈറ്റിൽസ് ഉണ്ട്, ക്രെഡിറ്റ്സ് ഉണ്ട്. വാട്ട് ബൈ ക്രെഡിറ്റ്? ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ക്രെഡിറ്റ് ഈക്വൽ ടു 30 സ്റ്റഡി അവേഴ്സ് ആണ്. ഒരു സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻസിനെ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിന് നിങ്ങൾ എത്രത്തോളം വെയിറ്റേജ് കൊടുത്ത് പഠിക്കണം, ആ സബ്ജക്റ്റിന്റെ ടോട്ടൽ മാർക്സ് എത്രയായിരിക്കും എക്സാമിന് എന്നറിയാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ക്രെഡിറ്റ്സ് എന്ന് പറയുന്നത്. ഒരു ക്രെഡിറ്റ് ട്രാൻസ്ഫർ സിസ്റ്റം ഒന്നുമല്ല നമുക്ക് ഇവിടെ ഉള്ളത്. സ്റ്റിൽ FIUGPയുടെ അണ്ടറിൽ വരുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. പക്ഷെ ഈ പറഞ്ഞതുപോലെ തന്നെ എത്ര ക്രെഡിറ്റ്സ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ എത്ര ഇമ്പോർട്ടൻസ് ആണ് നമ്മളൊരു സബ്ജക്റ്റിന് അലോട്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയായിരിക്കും കോഴ്സസ് ആൻഡ് ബ്ലോക്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവാം. നെക്സ്റ്റ്, നിങ്ങൾ ലേൺ വൈസിന്റെ നമ്മുടെ റെക്കോർഡഡ് വീഡിയോസ് എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂണിറ്റ് ടു യൂണിറ്റ് മാപ്പിംഗ് കാണാൻ പറ്റുന്നുണ്ടാവും. ഈ യൂണിറ്റ് ടു യൂണിറ്റ് മാപ്പിംഗ് എന്ന് പറയുന്നത് ലെസൺസ് ആയിട്ടായിരിക്കും നമ്മുടെ റെക്കോർഡഡ് വീഡിയോസിൽ അവൈലബിൾ ആയിട്ടുണ്ടാവുക. ലെസൺ 1, ലെസൺ 2, ലെസൺ 3, ലെസൺ 4 എന്നൊക്കെ പറഞ്ഞിട്ട് ദാറ്റ് ഇസ് ആക്ച്വലി യൂണിറ്റ്സ് ആണ് നമ്മുടെ SLM-ലുള്ളത്, സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിന്റെ ഇ-ബുക്ക് ഫോർമാറ്റിലുള്ളത്. ടെക്സ്റ്റ് ബുക്കിലെ യൂണിറ്റ്സിൽ വരുന്നതാണ് ഈ കാര്യങ്ങൾ, ഈ യൂണിറ്റ് മാപ്പിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് അസസ്മെന്റ്സ് ആണ്. എങ്ങനെയാണ് നമ്മൾ അസൈൻമെന്റ്സ് ചെയ്യുന്നത്, എങ്ങനെയാണ് ടെർമിനലിന്റെ എക്സാമിനേഷൻസ് ചെയ്യുന്നത്, ഇതൊക്കെ എക്സാക്ട് ആയിട്ട് നിങ്ങളുടെ പ്രോഗ്രാം ഗൈഡിൽ അവൈലബിൾ ആയിരിക്കും. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോഗ്രാം ഗൈഡും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് അതിനകത്ത് അവൈലബിൾ ആയിരിക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റത്തില്ല. എന്തുകൊണ്ടാണ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അഡ്മിഷൻ സൈക്കിൾ കംപ്ലീറ്റഡ് ആയിട്ടില്ല. അഡ്മിഷൻ സൈക്കിൾ കംപ്ലീറ്റഡ് ആവുന്നതോടുകൂടെ നിങ്ങൾക്ക് ഒഫീഷ്യലി ആയിട്ടുള്ള പ്രോഗ്രാം ഗൈഡ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നതായിരിക്കും. ഓക്കെ, ഇതൊക്കെയാണ് ഇതിനോട് 5 ലെയേഴ്സ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ഫസ്റ്റ് ഇയർ കോഴ്സിലേക്ക് ഒരു ക്വിക്ക് പൾസ് എന്നുള്ള രീതിയിൽ ഫസ്റ്റ് ഇയർ കോഴ്സിന്റെ ഡീകോഡിംഗ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ BSc ബാച്ചുലർ ഓഫ് സയൻസ് മൾട്ടി ഡിസിപ്ലിനറി എന്ന് പറയുന്നത്, പണ്ട് ബാച്ചുലർ ഓഫ് സയൻസ് ജനറൽ എന്ന് പറഞ്ഞ അതേ സംഭവം തന്നെയാണ് ഇന്ന് നമ്മൾ ബാച്ചുലർ ഓഫ് സയൻസ് മൾട്ടി ഡിസിപ്ലിനറി എന്ന് പറയുന്നത്. ഇതിനൊരു ബ്രോഡർ ആസ്പെക്റ്റിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു 3 ഇയർ പ്രോഗ്രാം ആണ്. നമുക്കത് 6 ഇയേഴ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇയർ 1ന്റെ ഫൗണ്ടേഷൻ ആയിരിക്കും നമ്മൾ നോക്കുന്നുണ്ടാവുക. സോ ഇത്രയും നേരം നിങ്ങൾ കുറെ സെഷൻസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ? ലൈക്ക് ഇപ്പൊ തന്നെ നിങ്ങളുടെ സബ്ജക്ട്സിൽ നിങ്ങളിപ്പോ അഡ്മിഷൻ എടുത്ത സമയത്ത് നിങ്ങൾ കുറെ സബ്ജക്ട്സും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടാവില്ലേ?
സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ഏത് കോഴ്സാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിപ്പിച്ചത് എന്നുള്ളതൊന്ന് ചാറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം. ഇപ്പൊ നിങ്ങൾക്ക് കോമ്പിനേഷൻസ് വരുന്നുണ്ടല്ലോ, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സുകാരുണ്ട്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജിക്കാരുണ്ട്, കെമിസ്ട്രി, സുവോളജി, ജിയോളജിക്കാരുണ്ട്. അങ്ങനെ ഡിഫറെന്റ് കോമ്പിനേഷനിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കോഴ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പേപ്പർ നിങ്ങളെ എക്സൈറ്റ് ചെയ്യിച്ചത് ഏതാണെന്നുള്ളത് ഒന്ന് ചാറ്റ് ബോക്സിൽ റെസ്പോണ്ട് ചെയ്യാം. അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും, ഓക്കെ, ഈ പേപ്പർ പഠിച്ചാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും, അല്ലെങ്കിൽ ഈ പേപ്പറിനകത്ത് ഇന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും പറയുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഈ പേപ്പറിനെ പറ്റി എനിക്ക് ഒന്നും അറിയില്ല, ബട്ട് ഐ വോണ്ട് ടു നോ മോർ അബൌട്ട് ദിസ് പേപ്പർ എന്ന് പറയുന്നത്. ആഫ്റ്റർ ദിസ് സെഷൻ നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് ഒരു ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. പക്ഷെ എന്താണ് ഇപ്പോ എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, എന്തൊക്കെയാണ് നമ്മൾ ഈ സെഷനകത്ത് നോക്കുന്നതെന്ന്. എല്ലാവരും മീൻവൈൽ നിങ്ങൾ വളരെ കംഫർട്ടബിൾ ആയിട്ട് കോഴ്സ് കൂടെ ഒന്ന് മെൻഷൻ ചെയ്യണ്ട. ജസ്റ്റ് ഇപ്പൊ മെക്കാനിക്സ് ആണെന്നുണ്ടെങ്കിൽ, ഫിസിക്സ് ആണെന്നുണ്ടെങ്കിൽ മെക്കാനിക്സ് എന്ന് മെൻഷൻ ചെയ്യുക, കെമിസ്ട്രി ആണെന്നുണ്ടെങ്കിൽ അറ്റോമിക് സ്ട്രക്ചർ എന്ന് മെൻഷൻ ചെയ്യുക. നിങ്ങൾ ജസ്റ്റ് അതൊന്ന് മെൻഷൻ ചെയ്യുക. ഓക്കെ, സോ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ സിലബസ് മാപ്പിംഗിലേക്ക് കിടക്കാം. സോ സിലബസ് മാപ്പിംഗ് എന്ന് പറയുമ്പോൾ ബാച്ചുലർ ഓഫ് സയൻസിന്റെ ഫസ്റ്റ് ഇതിലെന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ പല ഗ്രൂപ്പ്സ് ആയിട്ടാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് അല്ലെ. ചില ആൾക്കാർ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് തെരഞ്ഞെടുത്തവരുണ്ടാവും, ചിലർ ഫിസിക്സ്, കെമിസ്ട്രി, സുവോളജി തെരഞ്ഞെടുത്തവരുണ്ടാവും. അങ്ങനെ ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ആയിരിക്കും നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടാവും. അതനുസരിച്ചിട്ട് ഓരോ കോഴ്സിലും എന്തൊക്കെയാണ് ഉള്ളതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇഫ് അറ്റ് ഓൾ നിങ്ങൾ കെമിസ്ട്രി ചൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കീപ് ഇറ്റ് ആസ് റൈറ്റ്. ഓക്കെ, കെമിസ്ട്രി ചൂസ് ചെയ്ത ലേണേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊരു ജനറൽ ആയിട്ടുള്ള ഒരു സെഷൻ അല്ലേ കണ്ടക്ട് ചെയ്യുന്നത്. ാണ് ഇങ്ങനെയും കൂടെ അവൈലബിൾ ആയിട്ടുള്ളത്. സോ നമ്മൾ നോക്കുമ്പോഴത്തേക്കും കെമിസ്ട്രിയിലെ അറ്റോമിക് സ്ട്രക്ചർ, ബോണ്ടിങ്, ജനറൽ ഓർഗാനിക് കെമിസ്ട്രി ആൻഡ് ആലിഫാറ്റിക് ഹൈഡ്രോകാർബൺസ് എന്ന് പറയുന്നതും, കെമിക്കൽ എനർജീസ്, ഇക്വിലിബ്രിയ ആൻഡ് ഫങ്ഷണൽ ഗ്രൂപ്പ്, ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നതും, അതുപോലെ തന്നെ അറ്റോമിക് സ്ട്രക്ചർ, ബോണ്ടിങ്, ജനറൽ ഇതിന്റെ ലബോറട്ടറി എന്ന് പറയുന്നതാണ് കെമിസ്ട്രിയിൽ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ നോക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ രണ്ട് തിയറി പേപ്പർ ആയിട്ടുള്ള അറ്റോമിക് സ്ട്രക്ചർ എന്ന് പറയുന്നതും കെമിക്കൽ എനർജറ്റിക്സ് എന്ന് പറയുന്ന പേപ്പറിനും 4 ക്രെഡിറ്റ്സ് ആണ്. അത് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അതായത് റെക്കോർഡഡ് വീഡിയോസും കൂടെ നിങ്ങൾക്ക് പാർഷ്യലി അവൈലബിൾ ആവും. പിന്നെ അടുത്തതെന്ന് പറയുന്നത് പ്രാക്ടിക്കൽ സെഷൻസ് ആണ്. പ്രാക്ടിക്കൽ സെഷൻസിന് നമുക്ക് ഇവിടെ അവൈലബിലിറ്റി ഇല്ല. വൈ? ബിക്കോസ് നിങ്ങളുടെ അതത് സ്റ്റഡി സെന്റർ ആണ് അതിന്റെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും തരേണ്ടത്. will give you an overall idea about what are the practicals which are needed to be done എന്നുള്ളതിന്റെ ഒരു ഐഡിയ നമുക്ക് തരാനായിട്ട് പറ്റും. ഏതൊക്കെ ചെയ്യും, എങ്ങനെയൊക്കെ ചെയ്യും, എപ്പോ ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സ്റ്റഡി സെന്റേഴ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് വരുന്നതാണ്. സോ കെമിസ്ട്രിയിൽ നിങ്ങൾ 2 തിയറി പേപ്പറും അതിന്റെ രണ്ടിന്റെയും എന്താ പറയാ പ്രാക്ടിക്കലിന്റെ ലാബോറട്ടറി ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. 4 ക്രെഡിറ്റ്സ് ആൻഡ് 2 ക്രെഡിറ്റ്സ് ഈച്ച്. ഓക്കെ, അങ്ങനെയാണ് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നുണ്ടാവുക. ഇത് ഒരു ഇൻബിൽഡ് ലാബ് ഫെസിലിറ്റി എന്ന് പറയും. അതായത് ഒരു പേപ്പർ പഠിക്കുകയും ആ പേപ്പറിന്റെ തന്നെ ലാബ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻബിൽഡ് ലാബ് ഫെസിലിറ്റി എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താ, അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് അറ്റ് ഓൾ നിങ്ങൾക്ക് ലാബ് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വൈവ ചോദിക്കുമ്പോൾ കുറച്ചും കൂടെ കോൺഫിഡന്റ് ആയിരിക്കും. വൈ? ബിക്കോസ് യു ഹാവ് ഓൾറെഡി സ്റ്റഡി ദ തിയറി ഇൻ ദ തിയററ്റിക്കൽ പേപ്പർ. ഓക്കെ, അതാണ് കെമിസ്ട്രിയിലെ പേപ്പേഴ്സ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. മാത്തമാറ്റിക്സ് ആണ് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കാൽക്കുലസും അതുപോലെ തന്നെ ഡിഫറൻഷ്യൽ ഇക്വേഷൻസും ആയിരിക്കും നോക്കുന്നുണ്ടാവുക. ഇതും ഈ പറഞ്ഞതുപോലെ ഫുള്ളി അവൈലബിൾ ആണ്. അതിന് നിങ്ങൾക്ക് ലാബ് കാര്യങ്ങളൊന്നും വരുന്നില്ല. വൈ? ബിക്കോസ് ദിസ് ഇസ് മാത്തമാറ്റിക്കൽ പേപ്പർ അല്ലേ. മാത്സിന് നമുക്ക് ലാബ് ഒന്നും വരുന്നില്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് അതിന് ലാബ് ഒന്നും വരുന്നില്ല. ഇനി അടുത്തത് ഫിസിക്സ് ആണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഫിസിക്സിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് മെക്കാനിക്സ് ആൻഡ് ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം 4 ക്രെഡിറ്റ്സ് പേപ്പർ. ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസത്തിന്റെ ലാബും മെക്കാനിക്സിന്റെ ലാബും ആയിരിക്കും നിങ്ങൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. അപ്പൊ വീണ്ടും 2 പേപ്പർ പഠിക്കുകയും ആ 2 പേപ്പറിന്റെ ലാബ് ചെയ്യാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. സോ ദിസ് ഇസ് ദ അവൈലബിലിറ്റി സ്റ്റേറ്റസ്. അതായത് ഇത് ഫുള്ളി നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നതായിരിക്കും. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഷോർട്ട്ലി അത് അവൈലബിൾ ആവുന്നതായിരിക്കും. ഓക്കെ, ഹാവ് സം പേഷ്യൻസ്. ഇനി സുവോളജി ആണ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സുവോളജിയിലെ അനിമൽ ഡൈവേഴ്സിറ്റി, കമ്പാരിറ്റീവ് അനാറ്റമി ആൻഡ് ദ ഡെവലപ്മെന്റൽ ബയോളജി ഓഫ് ദ വെർട്ടിബ്രേറ്റ്സ് അതിന്റെ തന്നെ ലാബ് ആയിരിക്കും നിങ്ങൾ ചെയ്യുന്നുണ്ടാവുക. എഗെയിൻ നമ്മൾ കെമിസ്ട്രിയിലായാലും ഫിസിക്സിലായാലും സുവോളജിയിലായാലും ബോട്ടണിയിലായാലും സെയിം സ്ട്രക്ചർ ആയിരിക്കും നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടാവുക. ബട്ട് ഡിഫറെന്റ് പേപ്പേഴ്സ് ആയിരിക്കും പഠിക്കുന്നുണ്ടാവുക. അപ്പൊ സുവോളജി ചൂസ് ചെയ്ത കോമ്പിനേഷനിൽ സുവോളജി ചൂസ് ചെയ്ത ലേണേഴ്സിന് അനിമൽ ഡൈവേഴ്സിറ്റിയും കമ്പാരിറ്റീവ് അനാറ്റമി ആൻഡ് ഡെവലപ്മെന്റൽ ബയോളജി ഓഫ് വെർട്ടിബ്രേറ്റ്സ് ആയിരിക്കും വരുന്നുണ്ടാവുക. 4 ക്രെഡിറ്റ്സ് ആയിട്ടുള്ള തിയറി പേപ്പർ ആണ്. അതിന്റെ തന്നെ ലാബ് ആയിരിക്കും നിങ്ങൾ ചെയ്യുന്നുണ്ടാവുക. ബോട്ടണി ചൂസ് ചെയ്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ബയോഡൈവേഴ്സിറ്റി, പ്ലാന്റ് ഇക്കോളജി ആൻഡ് ടാക്സോണമി എന്ന് പറയുന്ന പേപ്പർ ആയിരിക്കും. എഗെയിൻ അതിന്റെ ലാബ്സ് ആയിരിക്കും വരുന്നുണ്ടാവുക. 4 ക്രെഡിറ്റ്സ് 2 ക്രെഡിറ്റ്സ് ഈച്ച്. പിന്നെ ജിയോഗ്രഫി സെലക്ട് ചെയ്ത ലേണേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ ഫിസിക്കൽ ജോഗ്രഫി ആൻഡ് ഹ്യൂമൻ ജോഗ്രഫി ആയിരിക്കും നിങ്ങൾ പഠിക്കുന്നുണ്ടാവുക. ദിസ് ഇസ് ഓൺലി മെറ്റീരിയൽ സപ്പോർട്ടഡ്. ഓക്കെ, ഇത് നമ്മൾ മെറ്റീരിയൽ സപ്പോർട്ട് മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് HB, SLM, EST അസൈൻമെന്റ് സപ്പോർട്ട്സ് ഒക്കെ ആയിരിക്കും
പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ റെക്കോർഡഡ് വീഡിയോസിന്റെ സപ്പോർട്ട് ഉണ്ടാവില്ല. പക്ഷേ മെന്റർഷിപ്പ് ബാച്ചിൽ എടുത്ത ലേണേഴ്സ് ആണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് ദ ഡൗട്ട്സ് ഫ്രം ദി മെറ്റീരിയൽസ് ടു യുവർ കൺസേൺഡ് മെന്റേഴ്സ്. ഹൂവർ നിങ്ങളുടെ മെന്റേഴ്സ് ആണ്, ആരാണ് നിങ്ങളുടെ മെന്റേഴ്സ് എങ്കിൽ അവരുടെ അടുത്ത് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്സ് വരുമല്ലോ സ്വാഭാവികമായിട്ടും. അപ്പൊ അത് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. വീണ്ടും നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് 4 ക്രെഡിറ്റ്സ് പേപ്പർ ആണ്, 2 തിയറി പേപ്പർ, അതിന് ലാബ് ഒന്നും വരുന്നില്ല. ഇനി ജിയോളജി ആണ് നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഫിസിക്കൽ ആൻഡ് സ്ട്രക്ചറൽ ജിയോളജി, ക്രിസ്റ്റലോഗ്രഫി, മിനറോളജി ആൻഡ് എക്കണോമിക് ജിയോളജി. സോറി, ഇത്രയും പേപ്പേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് 2 പേപ്പർ ആയിട്ട് വരുന്നുണ്ടാവുക. 4 ക്രെഡിറ്റ്സ് ഈച്ച് ആണ്. അതിന്റെ ലബോറട്ടറി നിങ്ങൾക്ക് വരുന്നുണ്ടാവും. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി കോമൺ ആൻഡ് ഇലക്ടീവ്സും കോമൺ ഇലക്ടീവ് പേപ്പേഴ്സ് ആണ്. ഇന്ത്യൻ സൊസൈറ്റി ആൻഡ് ഇമേജസ് ആൻഡ് ഇറ്റ്സ് റിയാലിറ്റി അല്ലെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഏതെങ്കിലും ഒന്നായിരിക്കും നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നിങ്ങൾ കോമൺ പേപ്പർ ആയിട്ട് അല്ലെങ്കിൽ ഇന്റർ ഡിസിപ്ലിനറി ആയിട്ട് നിങ്ങൾ ആരെങ്കിലും ഒക്കെ ചൂസ് ചെയ്തിട്ടുണ്ടാവുക. മോസ്റ്റ് ആയിട്ടുള്ള ലേണേഴ്സ് ഡിസാസ്റ്ററോ അല്ലെങ്കിൽ ഇന്ത്യൻ സൊസൈറ്റി ആയിരിക്കും ചൂസ് ചെയ്തിട്ടുണ്ടാവുക. ഫുള്ളി അവൈലബിൾ ആണ്. 6 ക്രെഡിറ്റ്സ് ആണ് അതിന് വരുന്നത്. ഓക്കെ, കുറച്ചും കൂടെ ക്രെഡിറ്റ് കൂടുതലുള്ള പേപ്പർ ആണ്. അതായത് കുറച്ചും കൂടെ വെയിറ്റേജ് കൂടുതലുള്ള പേപ്പർ ആണ്. പിന്നെ എൻവയോൺമെന്റൽ സ്റ്റഡീസ് വാല്യൂ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കമ്പൽസറി കോഴ്സ് ആണ്. എൻവയോൺമെന്റൽ സ്റ്റഡീസും അതായത് സോഷ്യലി റെലവെന്റ് ആയിട്ട് അല്ലെങ്കിൽ സോഷ്യലി കുറച്ചും കൂടെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള സിറ്റിസൺസിനെ നമുക്ക് വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എൻവയോൺമെന്റിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള കുറച്ച് വാല്യൂസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. പഠിച്ചാൽ മാത്രം പോരല്ലോ, നമുക്ക് ബേസിക് ആയിട്ട് ഒരു സൊസൈറ്റിയിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളത് അറിയണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കോമൺ 2 പേപ്പേഴ്സ് ആണ് എൻവയോൺമെന്റൽ സ്റ്റഡീസ് എന്ന് പറയുന്നതും വാല്യൂ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഇസ് 4 ക്രെഡിറ്റ്സ് ആൻഡ് 6 ക്രെഡിറ്റ്സ് പേപ്പേഴ്സ് ആണ്. ഇനി ബാക്കിയുള്ളതൊക്കെ എന്ന് പറയുന്നത് ഇതിന്റെ സർപ്ലസ് ആയിട്ട് വരുന്ന പേപ്പേഴ്സ് ആണ്. ഇത് നിങ്ങൾ ചൂസ് ചെയ്തിട്ടില്ല, ഇന്ത്യൻ സൊസൈറ്റി അല്ലെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ദ ഡിസേബിലിറ്റി സൊസൈറ്റി ആൻഡ് കൾച്ചർ, അപ്ലൈഡ് എത്തിക്സ്, അണ്ടർസ്റ്റാൻഡിംഗ് ദ അംബേദ്കർ, മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ജനറൽ സൈക്കോളജി എന്ന് പറയുന്ന ഏതെങ്കിലും പേപ്പേഴ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ദ ഓൺലി പ്രോബ്ലം ഇസ് ദാറ്റ് ഇസ് നോട്ട് എ പ്രോബ്ലം, ബട്ട് ലൈക്ക് നമ്മളൊരു വൈഡർ ആസ്പെക്ടിലേക്ക് പറയുമ്പോഴത്തേനും ഇവിടെ നമ്മൾ അതിന് റെക്കോർഡഡ് വീഡിയോസിന്റെ സപ്പോർട്ട് കൊടുക്കുന്നില്ല. ജസ്റ്റ് മെറ്റീരിയൽ സപ്പോർട്ട് മാത്രമേ ഉള്ളൂ. ഇൻ കേസ് അറിയാതെ ഇപ്പൊ നിങ്ങൾ ലേൺ വൈസിൽ ത്രൂ തന്നെ അഡ്മിഷൻ എടുത്തു, ഐ വോണ്ടഡ് ടു സ്റ്റഡി ജനറൽ സൈക്കോളജി എന്നാണെങ്കിൽ ദാറ്റ് ഇസ് വെരി ഫൈൻ. യു ക്യാൻ ആസ്ക് ദ ഡൗട്ട്സ് യുവർ മെന്റേഴ്സ്, കൺസേൺഡ് ആയിട്ടുള്ള മെന്റേഴ്സിനോട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നോക്കിക്കഴിഞ്ഞാൽ ഇതും 6 ക്രെഡിറ്റ്സ് ആണ്. ഈക്വൽ ക്രെഡിറ്റ്സ് ആണ് നമ്മൾ എൻഷുർ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ സജസ്റ്റഡ് ആയിട്ടുള്ള കോമ്പിനേഷൻസ് എന്ന് പറയുന്നത് ഇത്രയും ഡിഫറെന്റ് കോമ്പിനേഷൻസ് ആണ് നിങ്ങൾക്ക് BSc മൾട്ടി ഡിസിപ്ലിനറിയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതല്ല, ഇഗ്നോ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ബോട്ടണി, കെമിസ്ട്രി, ജിയോളജി, ബോട്ടണി, കെമിസ്ട്രി, സുവോളജി, ബോട്ടണി, ജോഗ്രഫി, ജിയോളജി, ബോട്ടണി, ജോഗ്രഫി, സുവോളജി, chemistry, geography, geology, physics, chemistry, geology, zoology, chemistry, mathematics, physics, geography, mathematics, physics, geography, geology, zoology, ജിയോളജി, മാത്തമാറ്റിക്സ്, ഫിസിക്സ് എന്ന് പറയുന്ന രീതിയിലാണ് ഇതിനെ സ്ട്രക്ചർ ചെയ്തിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇത്രയും കോമ്പിനേഷൻസ് ആണ് നിങ്ങൾക്ക് വരുന്നത്. മോസ്റ്റ് ആയിട്ട് നമ്മൾ ഇവിടെ സപ്പോർട്ട് കൊടുക്കുന്നത് കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ഫിസിക്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനും അതുപോലെ തന്നെ ബോട്ടണി, കെമിസ്ട്രി, സുവോളജി എന്ന് പറയുന്ന ഈ സെക്കൻഡ് ഗ്രൂപ്പും 8th ഗ്രൂപ്പുമാണ്. നമ്മൾ ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അതത് ഇതിനകത്ത് നമ്മുടെ എന്താ പറയാ ആപ്പിനകത്ത് കാണുന്നുണ്ടാവുക. ബട്ട് അല്ലാത്ത കോമ്പിനേഷൻസ് ജിയോളജി, ജിയോഗ്രഫി ഒക്കെ എടുത്ത ലേണേഴ്സ് ഉണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ സബ്ജക്ട് വരുന്ന ഗ്രൂപ്പ് ഏതാണോ നിങ്ങൾ ആക്സസ് ചെയ്ത് പഠിക്കാനായിട്ട് നോക്കുക. സോ ബേസിക് ആയിട്ട് നമ്മൾ 5 കോഴ്സസിന്റെ റെക്കോർഡഡ് വീഡിയോസും സപ്പോർട്ടാണ് കൊടുക്കുന്നത്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, അതുപോലെ തന്നെ ബോട്ടണി, സുവോളജി എന്ന് പറയുന്നത്. ഇത്രയും പേപ്പേഴ്സിന്റെ സപ്പോർട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ജിയോളജി, ജിയോഗ്രഫി എന്നൊക്കെ പറയുന്ന മെറ്റീരിയൽ സപ്പോർട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നതായിരിക്കും. ഇത്രയാണ് സജസ്റ്റഡ് ആയിട്ടുള്ള കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഇത്രയും നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഇതിനോട് നിങ്ങൾക്ക് 11 ചോയ്സസ് കൊടുക്കുന്നുണ്ട്. ബട്ട് ലേൺ വൈസിന് നമ്മൾ ഇത്രയും പേപ്പേഴ്സ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, അതാണ് അതിന്റെ ഒരു ഓവറോൾ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയാം. സോ ദ ലിസ്റ്റ് ഓഫ് കോഴ്സസ് ഫോർ 1st to 4th സെമസ്റ്റർ ഫോർ ദ BScM കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത് ഇത്രയും പേപ്പേഴ്സ് ആണ് നിങ്ങൾക്ക് വരുന്നത്. ഇപ്പൊ ഈ പേപ്പേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സസിൽ നോക്കുമ്പോഴത്തേക്കും ബയോഡൈവേഴ്സിറ്റി മാത്രമായിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. എന്ത് ചെയ്യണം? നിങ്ങൾ ബയോഡൈവേഴ്സിറ്റി ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബോട്ടണിയിൽ ഒരു പേപ്പർ നിങ്ങൾ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബയോഡൈവേഴ്സിറ്റിയും അതിന്റെ ലാബ് നിങ്ങൾ ചൂസ് ചെയ്യണം. പ്ലാന്റ് ഇക്കോളജി ആൻഡ് ടാക്സോണമി അതിന്റെ ലാബ് ചൂസ് ചെയ്യണം. പ്ലാന്റ് അനാട്ടമി, എംബ്രിയോളജി എന്ന് പറയുന്നത് അതിന്റെ ലാബ് ചൂസ് ചെയ്യണം. It should be taken together. You don't have a choice either to go for a theory or a laboratory.
രണ്ടും കൂടി ഒരുമിച്ച് നിങ്ങൾ പഠിക്കേണ്ടതാണ്. കാരണം 4-2 എന്നുള്ള രീതിയിലാണ് ക്രെഡിറ്റ്സ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ദിസ് ഇസ് ദ കേസ് വിത്ത് ബോട്ടണി ആൻഡ് ദ സെയിം വിൽ ബി ദ കേസ് ഫോർ ദ കെമിസ്ട്രി ഓൾസോ. അറ്റോമിക് സ്ട്രക്ചർ ആൻഡ് ബോണ്ടിങ് തിയറി പേപ്പർ 4 ക്രെഡിറ്റ്സ്, അതിന്റെ തന്നെ ലാബ് ചൂസ് ചെയ്യണം. കെമിക്കൽ എനർജറ്റിക്സിന്റെ തിയറി ചൂസ് ചെയ്യണം, അതിന്റെ തന്നെ ലാബ് നിങ്ങൾ ചൂസ് ചെയ്യണം. സൊല്യൂഷൻ ഫേസ് ഇക്വിലിബ്രിയ കണ്ടക്ടൻസ് എന്ന് പറയുന്നതിന്റെ ഒരു തിയറി പേപ്പർ ചൂസ് ചെയ്യണം, അതിന്റെ തന്നെ ലാബും ചൂസ് ചെയ്യണം. പിന്നെ ഓർഗാനിക് കെമിസ്ട്രിയുടെ ഒരു ലബോറട്ടറി എക്സ്ട്രാ വരുന്നുണ്ട് നിങ്ങൾക്ക്. ആ ഒരു സെക്ഷനിൽ വരുമ്പോഴത്തേനും എക്സ്ട്രാ ആയിട്ടൊരു ലാബും കൂടെ വരുന്നുണ്ട് കെമിസ്ട്രി ലേണേഴ്സിന് വേണ്ടിയിട്ട്. സോ ദിസ് ഷുഡ് ബി ടേക്കൺ ടുഗദർ 4+2 ക്രെഡിറ്റ്സ് ആയിട്ടാണ് നിങ്ങൾ എടുക്കേണ്ടത്. ഓക്കെ, ഫസ്റ്റ് സെമ്മിൽ നോക്കുമ്പോഴത്തേക്ക് ഈ പേപ്പർ, സെക്കൻഡ് സെമ്മിൽ നോക്കുമ്പോഴത്തേക്ക് ഈ പേപ്പർ, തേർഡ് സെമ്മിൽ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ആ രീതിയിലായിരിക്കും അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. ഫസ്റ്റ് സെമസ്റ്റർ ടു ദ ഫോർത്ത് സെമസ്റ്റർ, സെമസ്റ്റർ ബേസ്ഡ് കേട്ടോ, ഇയർ ബേസ്ഡ് അല്ല, സെമസ്റ്റർ ബേസ്ഡ്. ഓക്കെ, പിന്നെ മാത്തമാറ്റിക്സ് ആണെന്നുണ്ടെങ്കിൽ കാൽക്കുലസ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ലീനിയർ ആൾജിബ്ര എന്ന് പറയുന്ന ഈ 3 6 ക്രെഡിറ്റ്സ് പേപ്പറാണ്. അത് ആ ഒറ്റ പേപ്പർ ആയിട്ട് നിങ്ങൾ മാത്രം പഠിച്ചാൽ മതി. ഫിസിക്സ് വരുമ്പോഴത്തേക്കും എഗെയിൻ മെക്കാനിക്സ് അതിന്റെ ലബോറട്ടറി, ഇലക്ട്രിസിറ്റി, ഇലക്ട്രോമാഗ്നറ്റിസം എന്ന് പറയുന്ന പേപ്പർ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ലബോറട്ടറി, തെർമൽ ഫിസിക്സ്, സ്റ്റാറ്റിസ്റ്റിക്കൽ, തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ഡിഫറെന്റ് ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ആണ് ലബോറട്ടറി. ഇറ്റ് should also be taken together. Okay. In the next, we'll go for the zoology, that is animal diversity, its lab, comparative anatomy and its lab, physiology and biochemistry, its lab. അങ്ങനെയാണ് നമ്മുടെ സുവോളജിയുടെ കോഴ്സസ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇനി ജോഗ്രഫി വരുമ്പോഴത്തേക്കും ഫിസിക്കൽ ജോഗ്രഫി അതൊറ്റ പേപ്പർ ആയിട്ട് വരുന്നതാണ്. അതിന്റെ കൂടെ നിങ്ങൾ ആരെയും എടുക്കേണ്ട ആവശ്യമില്ല, ഹ്യൂമൻ ജോഗ്രഫി മാത്രം എടുത്താൽ മതി. പിന്നെ ജനറൽ കാർട്ടോഗ്രഫിയുടെ നമ്മുടെ ഇത് കാർട്ടോഗ്രഫി എന്ന് പറയുന്നത് എന്താ, സ്റ്റഡി ഓഫ് മാപ്സ്. ഓക്കെ, മാപ്പിനെ പറ്റിയിട്ടൊക്കെ പഠിക്കാനുള്ളത് ആ നോർമൽ ആയിട്ട് വരുന്ന അതിന്റെ ലാബും കൂടെ നിങ്ങൾക്ക് വരുന്നുണ്ട്. ഇറ്റ് ഷുഡ് ബി ടേക്കൺ ടുഗദർ. പിന്നെ ജിയോളജിയിൽ വരുമ്പോഴത്തേക്കും ഫിസിക്കൽ ആൻഡ് സ്ട്രക്ചറൽ ജിയോളജി, അത് അതിന്റെ ലാബ്, ക്രിസ്റ്റലോഗ്രഫി, മിനറലോളജി ആൻഡ് ഇക്കണോമിക് ജിയോളജി എന്ന് പറയുന്ന അത് അതിന്റെ ലാബ്, പെട്രോളജി അത് അതിന്റെ ലാബ്. ഇത്രയും കാര്യങ്ങളാണ്. അത് കോമ്പിനേഷൻ ആയിട്ടാണ് നിങ്ങൾക്ക് എടുക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ തിയറി മാത്രം ചൂസ് ചെയ്യാൻ പറ്റുമോ മാം? നോ. ലബോറട്ടറി മാത്രം ചൂസ് ചെയ്യാൻ പറ്റുമോ മാം? ഇല്ല. നിങ്ങൾക്ക് രണ്ടും ഒരുമിച്ച് ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇത്രയാണ് നമ്മുടെ നോർമൽ ആയിട്ടുള്ള കോഴ്സസ്. ബാക്കി ഉണ്ട് കേട്ടോ, ബാക്കി കോമ്പിനേഷൻസ് വരുന്നുണ്ട്. ബട്ട് ഇത്രയാണ് നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ളത് എന്നുള്ളതുകൊണ്ട് അത്ര മാത്രം പറഞ്ഞത്. So we'll be moving on to the direct syllabus decoding. Atomic structure, bonding, general organic chemistry and aliphatic hydrocarbons എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ബ്ലോക്കിൽ നിങ്ങൾക്ക് അറ്റോമിക് സ്ട്രക്ചർ ആണ് വരുന്നത്. അറ്റോമിക് സ്ട്രക്ചറിന്റെ ബേസിക്സ് എന്തൊക്കെയാ? ബോർ മോഡൽ, ഡ്യുവൽ ബിഹേവിയർ, ക്വാണ്ടം മെക്കാനിക്കൽ അപ്രോച്ച്, ഹൈഡ്രജൻ ആറ്റം, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദ മൾട്ടി ഇലക്ട്രോൺ ആറ്റം. അതായത് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ആറ്റത്തിന്റെ സ്ട്രക്ചർ, അതിന്റെ ബോർസ് മോഡൽ, നീൽസ് ബോർ എന്ന് പറയുന്ന പഠിച്ചിട്ടില്ലേ? നീൽസ് ബോറിന്റെ മോഡൽ നിങ്ങൾ പഠിക്കുന്നുണ്ടാവും. പിന്നെ ഹൈഡ്രജൻ ആറ്റം ആണ് പ്രിമിറ്റീവ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ നമുക്ക് പഠിക്കാനുള്ളത്, അതിനെപ്പറ്റി പഠിക്കുന്നുണ്ടാവും. ആൻഡ് ദ ഡ്യുവൽ ബിഹേവിയർ, ആ ഡ്യുവൽ ബിഹേവിയറിനെ പറ്റിയിട്ടും നിങ്ങൾക്ക് പഠിക്കാനായിട്ടുണ്ടാവും. അങ്ങനെയാണ് ബ്ലോക്ക് 1 സ്ട്രക്ചർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ബ്ലോക്ക് 2ലേക്ക് വരുമ്പോഴത്തേക്കും നെക്സ്റ്റ് നമ്മൾ കെമിക്കൽ ബോണ്ടിങ്, നമ്മൾ ആറ്റത്തിനെ പറ്റി പഠിച്ചു. ഇനി അതിന്റെ ബോണ്ടിങ് സ്ട്രക്ചർ ആണ് അയനിക് ബോണ്ട്, കോവാലന്റ് ബോണ്ട്, ബാലൻസ് ബോണ്ട് തിയറി, മോളിക്കുലാർ ഓർബിറ്റൽ തിയറി എന്ന് പറയുന്ന ഡിഫറെന്റ് തിയറീസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതും ഈ പറഞ്ഞതുപോലെ എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. കെമിക്കൽ ബോണ്ടിങ് മോളിക്കുലാർ സ്ട്രക്ചറിൽ വരുന്ന ബ്ലോക്ക് 2ലാണ് വരുന്നത്. നെക്സ്റ്റ് വിൽ ബി മൂവിംഗ് ഓൺ ടു ദ ബ്ലോക്ക് 3 എന്ന് പറയുമ്പോൾ ഫണ്ടമെന്റൽസ് ഓഫ് ഓർഗാനിക് കെമിസ്ട്രി. സോ നമ്മൾ ആദ്യം അറ്റോമിക് സ്ട്രക്ചറിനെ പറ്റിയിട്ട് പഠിച്ചു, അതായത് ഒരു ആറ്റത്തിനെ പറ്റിയിട്ട് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, അതിനെ എങ്ങനെ കെമിക്കൽ ബോണ്ടിങ് ചെയ്യുന്നത് എന്ന് പഠിച്ചു. നെക്സ്റ്റ് വി വിൽ ഗോ ഫോർ ദ ഓർഗാനിക് കെമിസ്ട്രി, അതായത് ഇങ്ങനെ കോമ്പിനേഷൻസ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അതൊരു എന്താ പറയുക മോളിക്കുള്ളിൽ ബിഹേവ് ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ടിൽ ബിഹേവ് ചെയ്യുന്നുണ്ടാവുക എന്നുള്ള കാര്യങ്ങളുടെ ഫണ്ടമെന്റൽസ് ആയിരിക്കും പഠിക്കുന്നുണ്ടാവുക. സ്റ്റീരിയോ കെമിസ്ട്രി 1, സ്റ്റീരിയോ കെമിസ്ട്രി 2, സ്റ്റീരിയോ കെമിസ്ട്രി 3. ഇതിലൊക്കെ ഐസോമേഴ്സിന്റെ സ്ട്രക്ചേഴ്സ്, ഒപ്റ്റിക്കൽ ഐസോമറിസം എന്നൊക്കെ പറയും, ജോമെട്രിക്കൽ ഐസോമറിസം എന്നൊക്കെ പറയുന്ന കുറെ സ്ട്രക്ചേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ സ്ട്രക്ചർ, റിയാക്ടിവിറ്റി, റിലേഷൻഷിപ്സ് ആൻഡ് റിയാക്ഷൻസ് ആൻഡ് റിയാക്റ്റീവ് ഇന്റർമീഡിയറ്റ്സ്, ഇത്രയും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഇതിനകത്ത് നോക്കുന്നുണ്ടാവുക ബ്ലോക്ക് 3ലേക്ക് വരുമ്പോഴത്തേക്കും. ബ്ലോക്ക് 4ലേക്ക് വരുമ്പോഴത്തേക്കും ഹൈഡ്രോ കാർബൺസ്, ബേസിക് ആയിട്ടുള്ള HC ബോൺസ്, HC ബോൺസ് ഇല്ലേ, CH ബോൺസ് അല്ലെങ്കിൽ HC ബോൺസ് ആയിരിക്കും. ആൽക്കെയിൻസ്, ആൽക്കീൻസ്, ആൽക്കൈൻസ് ആൻഡ് അരോമാറ്റിസിറ്റി. അരോമാറ്റിക് കോമ്പൗണ്ട്സ് ഏതാണ്? ബെൻസീൻ റിംഗ് പോലെ വരുന്നത് അരോമാറ്റിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് റിംഗ് സ്ട്രക്ചർ വരുന്നത്. ആൽക്കെയിൻസ് CH ബോണ്ട്, CH ഡബിൾ ബോണ്ട്, CH ട്രിപ്പിൾ ബോണ്ട്, പിന്നെ അതിനെ സൈക്ലിക് ആയിട്ട് വരുന്നത്. അപ്പൊ അങ്ങനെയായിരിക്കും CH ബോൺസ്. ഓർഗാനിക് കെമിസ്ട്രി അല്ലേ നമ്മൾ നോക്കുന്നത്. അപ്പൊ അത്രയും കാര്യങ്ങളായിരിക്കും ബ്ലോക്ക് 4ൽ നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ദെൻ അടുത്തത് എന്ന് പറയുന്നത് ഇതിന്റെ ലബോറട്ടറി ആണ്. ലാബിൽ എന്തൊക്കെയാ ചെയ്യുന്നുണ്ടാവുക?
നമ്മുടെ ടൈട്രേഷൻ എന്നൊക്കെ പറയുന്ന കാര്യം. പിന്നെ അതുപോലെ തന്നെ ഡിറ്റർമിനേഷൻ ഓഫ് സോഡിയം കാർബണേറ്റ് ആൻഡ് സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് പ്രസന്റ് ഇൻ എ മിക്സ്ചർ. NaCO3 NaHCO3 എന്ന് പറയുന്നത് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഒരു മിക്സ്ചറിൽ വരുമ്പോഴത്തേക്കും ഹൈഡ്രജൻ ഉള്ളപ്പോ എങ്ങനെയാണ്, ഹൈഡ്രജൻ ഇല്ലാത്തപ്പോ എങ്ങനെയാണെന്നുള്ളത്. പിന്നെ എസ്റ്റിമേഷൻ ഓഫ് ദ ഓക്സാലിക് ആസിഡ് ഫ്രം ദ റിഡോക്സ് ടൈട്രേഷൻ. ടൈട്രേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളൊരു വലിയ ട്യൂബ് ഒക്കെ എടുത്തിട്ടെ അതിങ്ങനെ ഒരു പെർട്ടിക്കുലർ ഇതുവരെ നമ്മൾ ഇങ്ങനെ ഒരു വലിയ ട്യൂബൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു നല്ല രസമുള്ള എക്സ്പെരിമെന്റ് ആണ്. കൃത്യം എമൗണ്ടിൽ അതിന്റെ ടൈട്രേറ്റിംഗ് വാല്യൂ നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എഗെയിൻ നമ്മൾ ചെയ്യേണ്ടി വരും. ശ്രദ്ധയോടുകൂടെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഓക്സാലിക് ആസിഡിനെ യൂസ് ചെയ്തിട്ട്. പിന്നെ വാട്ടർ ക്രിസ്റ്റലൈസേഷൻ യൂസിങ് മോർ സോൾട്ട് യൂസ് ചെയ്തിട്ടുള്ള വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ കണ്ടുപിടിക്കുന്നത്. പിന്നെ അയൺ Fe2 അയോൺസ് ബൈ ദ ക്രോമാറ്റോമെട്രി യൂസിങ് ദ ഇന്റേണൽ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്തിട്ട് നമ്മൾ Fe2 എന്ന് പറയുന്നതിന്റെ അയോൺസിന്റെ ക്രോമാറ്റോമെട്രി നോക്കുന്നതാണ് എക്സ്പെരിമെന്റ് നമ്പർ 4 എന്ന് പറയുന്നത്. 4 എന്ന് പറയുന്നത്. ഇനി എക്സ്പെരിമെന്റ് നമ്പർ 5 എന്ന് പറയുന്നത് കോപ്പർ 2 കണ്ടുപിടിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഓർഗാനിക് കോമ്പൗണ്ട്സിലെ എക്സ്ട്രാ എലമെന്റ്സ് കണ്ടുപിടിക്കുന്നത്. സെപ്പറേഷൻ ആൻഡ് ഐഡന്റിഫിക്കേഷൻ ഓഫ് കോമ്പൗണ്ട്സ് യൂസിങ് പേപ്പർ ക്രോമാറ്റോഗ്രഫി. പേപ്പർ പോലത്തെ ഒരു സാധനം വെച്ചിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തില്ലേ, കൈൻഡ് ഓഫ് ഫിൽട്രേഷൻ, നോട്ട് ദി എക്സാക്ട് ഫിൽട്രേഷൻ ബട്ട് സിമിലർ ടു ആ ഫിൽട്രേഷൻ പോലെ വരുന്നത്. ഓക്കെ. പിന്നെ സെപ്പറേഷൻ ആൻഡ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ഷുഗർ പ്രസന്റ് ഇൻ ദ മിക്സ്ചർ ഓഫ് ദ പേപ്പർ ക്രോമാറ്റോഗ്രഫി യൂസ് ചെയ്തിട്ട് ഷുഗർ പ്രസന്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ. അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമ്മൾ അറ്റോമിക് സ്ട്രക്ചറിന്റെ തിയറിയിലും ലാബിലും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ദെൻ മൂവിംഗ് ഓൺ ടു ദ കെമിക്കൽ എനർജറ്റിക്സ്, ഇക്വിലിബ്രിയ ആൻഡ് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. കെമിക്കൽ എനർജറ്റിക്സ് ആൻഡ് ഇക്വിലിബ്രിയ എന്ന് പറയുന്നത് ബ്ലോക്ക് 1 കെമിക്കൽ എനർജറ്റിക്സും നെക്സ്റ്റ് ബ്ലോക്കിൽ നമ്മൾ കെമിക്കൽ ആൻഡ് അയണിക് ഇക്വിലിബ്രിയം ആയിരിക്കും നോക്കുന്നുണ്ടാവുക. കെമിക്കൽ എനർജറ്റിക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, തെർമോകെമിസ്ട്രി, അതായത് തെർമോഡൈനാമിക്കിന്റെ ഇൻട്രൊഡക്ഷൻ. എനർജറ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്, അതായത് നമ്മുടെ കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി എന്നൊക്കെ പറയുന്നില്ലേ, ഡെൽറ്റ ജി, ഡെൽറ്റ യു വാല്യൂ എന്നൊക്കെ പറഞ്ഞിട്ട്, ഹെലംഹോൾട്സ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഗിബ്സ് കോൺസ്റ്റന്റ് എന്നൊക്കെ പറയുന്നത്, റിയാക്ഷൻ റേറ്റ് ഒക്കെ നോക്കുന്ന അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ വിട്ടോളും, നമ്മളൊരു റിയാക്ഷനെ പറ്റി പഠിക്കുന്നത്. ഓരോ ലോസ്, 0th ലോ, ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്. തെർമോഡൈനാമിക്സിന്റെ ബേസിക്സ് ആണ് അതിനകത്ത് നോക്കുന്നുണ്ടാവുക. ഓക്കെ. വലിയ കാര്യമൊന്നുമില്ല, ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണത്. ഇനി കെമിക്കൽ ആൻഡ് അയണിക് ബോണ്ടിങ്, കെമിക്കൽ ഇക്വിലിബ്രിയം 1, 2, അയണിക് ബോണ്ടിങ് 1, 2 ആൻഡ് ഇക്വിലിബ്രിയം വരുന്നത്, അതായത് ഒരു പെർട്ടിക്കുലർ പൊസിഷൻ. കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്നത് അതായത് ഒരു ബാലൻസ്ഡ് റിയാക്ഷൻ ഒക്കെ പറയുന്ന ആ ഒരു കേസാണ്. അല്ലെങ്കിൽ അയണിക് ബോണ്ടിങ് എങ്ങനെയാ വരുന്നത്, അങ്ങനത്തെ ഒക്കെ കേസ് ആയിരിക്കും ബ്ലോക്ക് 2 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ഇനി ഇതിന്റെ തന്നെ വോളിയം 2 വരുമ്പോഴത്തേക്കാണ് നമുക്ക് ബ്ലോക്ക് 3 ബ്ലോക്ക് 4 വരുന്നത്. ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ് ആൻഡ് ഹാലജൻ ഡെറിവേറ്റീവ്സ്, ഓക്സിജൻ കണ്ടെയ്നിങ് ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. അതെന്താ നമുക്ക് നോക്കാം. ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്നതാണ്. ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇപ്പൊ ബെൻസീൻ റിംഗ് അറ്റാച്ച്ഡ് വിത്ത് ആൻ OH, ബെൻസോൾ എന്നൊക്കെ പറയുന്ന, ആൽക്കഹോൾ എന്നൊക്കെ പറയുന്ന, അങ്ങനെ നമ്മൾ പറയില്ലേ, ബെൻസോൾ എന്ന് പറയുന്നത് ബെൻസീൻ റിംഗും ഒരു നല്ല രസമുള്ള ഒരു ബെൻസീൻ റിംഗും അതിന്റെ കൂടെ OH ഗ്രൂപ്പ് വരുന്നത്, ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്നത്, Cl ഗ്രൂപ്പ്സ് ഒക്കെ വരുന്നത്, ഓൾ എന്നൊക്കെ പറയുന്ന കുറെ പരിപാടിയൊക്കെ വരുന്നത്. അതിന്റെ പ്രിപ്പറേഷൻ ഓഫ് അരോമാറ്റിക് കോമ്പൗണ്ട്സ് എങ്ങനെയാണ്, റിയാക്ഷൻ, അതിന്റെ ഫസ്റ്റ് റിയാക്ഷൻ, സെക്കൻഡ് റിയാക്ഷൻ എങ്ങനെയാണ്, ആൽക്കൈൽ ഹാലൈറ്റ്സ്, അറൈൽ ഹാലൈറ്റ്സ് എന്ന് പറയുന്നത്. ആൽക്കൈൽ സൊല്യൂഷൻസും അറൈൽ സൊല്യൂഷൻസും, അരോമാറ്റിക് സൊല്യൂഷൻസിന്റെ കാര്യമൊക്കെ പറയുന്നതാണ്. ഇനി ബ്ലോക്ക് 4 വരുമ്പോഴത്തേക്കും ഓക്സിജൻ കണ്ടെയ്നിങ് ഓർഗാനിക് കോമ്പൗണ്ട്സ്, ആൽക്കഹോൾ, ഫീനോൾസ്, ഈഥേഴ്സ്, ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്, അരോമാറ്റിക് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് എന്ന് പറയും. അതിന്റെ ആ ബേസിക് സ്ട്രക്ചർ പഠിക്കുന്നത്, ഇതിന്റെ കുറച്ച് റിയാക്ഷൻസ് ഒക്കെ ആയിരിക്കും നിങ്ങൾ അതിനകത്ത് നോക്കുന്നുണ്ടാവുക. പക്ഷേ ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ ഫങ്ഷണൽ ഗ്രൂപ്പ് മാറുന്നതനുസരിച്ചും ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പ്ലേസ്മെന്റ് അനുസരിച്ചിട്ടും പേര് മാറുന്നുണ്ട്. 12th നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇപ്പൊ OH നമ്മൾ ഫസ്റ്റ് പൊസിഷനിൽ വെച്ചാൽ ഇപ്പൊ പെന്റാൻ 1 OIC ആസിഡ് എന്ന് പറയും. അത് സെക്കൻഡ് പൊസിഷനിൽ വന്നാൽ പെന്റാൻ 2 OIC ആസിഡ് എന്ന് പറയും. പൊസിഷൻ അനുസരിച്ചിട്ട് ഇതിന്റെ ബിഹേവിയർ മാറുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി അതിനാണ്. ഓക്കെ. ഇനി അതിന്റെ ലാബ് നോക്കുമ്പോഴത്തേക്കും എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ, ഹീറ്റ് കപ്പാസിറ്റി യൂസിംഗ് കലോറി മീറ്റർ, എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ് വിത്ത് സോഡിയം, എൻതാൽപ്പി ഓഫ് അയനൈസേഷൻ ഓഫ് പീക്ക് ആസിഡ്, എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ ഓഫ് ദ അമോണിയം ക്ലോറൈഡ്. ഇതിന്റെ കുറെ എൻതാൽപ്പി കണ്ടുപിടിക്കുന്നതാണ്, ഡെൽറ്റ H വാല്യൂസ് കണ്ടുപിടിക്കുന്നതാണ്. പിന്നെ pH വാല്യൂ കണ്ടുപിടിക്കാനായിട്ടുള്ള കുറച്ച് എന്താ പറയാ ഇക്വേഷൻസ് അല്ലെങ്കിൽ കുറച്ച് പ്രോബ്ലംസ് അല്ലെങ്കിൽ കുറച്ച് ലബോറട്ടറിക്കൽ ടെക്നിക്സ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ സെക്ഷൻ ബിയിൽ വരുമ്പോഴത്തേക്ക് മൊത്തത്തിൽ നമ്മൾ ഓർഗാനിക് ആണ് വരുന്നത്. ഓർഗാനിക് കോമ്പൗണ്ട്സ് കണ്ടുപിടിക്കുന്നത്, അതിന്റെ മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ്, പിന്നെ ബ്രോമിനേഷൻ ഓഫ് ദ അനലീൻ, ബെൻസോയിലേഷൻ ഓഫ് ദ ഫീനോൾസ്, പ്രിപ്പറേഷൻ ഓഫ് ഓക്സിം ആൻഡ് ദ
ഫീനൈൽ ഹൈഡ്രോസോൺ എന്ന് പറയുന്ന അത്രയും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഇതിനകത്ത് നോക്കുന്നുണ്ടാവുക. നൗ മൂവിങ് ഓൺ ടു ദ മാത്തമാറ്റിക്സ് സെക്ഷൻ. അപ്പൊ 2 പേപ്പേഴ്സ് ആയിരിക്കുമല്ലോ നിങ്ങൾക്ക് കെമിസ്ട്രിക്കാർക്ക് പഠിക്കാനുണ്ടാവുക. സോ കെമിസ്ട്രിയുടെ അത്രയും നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൂ. ഇനി അടുത്തത് നമ്മുടെ കാൽക്കുലസ്, അതായത് മാത്തമാറ്റിക്സ് ചൂസ് ചെയ്ത കോമ്പിനേഷനിലെ മാത്തമാറ്റിക്സ് വരുന്ന ആൾക്കാർക്ക് ഫസ്റ്റ് ബ്ലോക്കിൽ എന്ന് പറയുന്നത് എസെൻഷ്യൽ പ്രിലിമിനറി കൺസെപ്റ്റ്സ് എന്നാണ് പറയുന്നത്. പ്രിലിമിനറി കൺസെപ്റ്റ്സ് ആണ് പറയുന്നത്. അതായത് കാൽക്കുലസിന്റെ ഇൻട്രൊഡക്ഷൻ, സെറ്റ് ഓപ്പറേഷൻ, അതായത് എന്താ പറയാ, നമ്മളിപ്പോ വെൻ ഡയഗ്രാംസ് ഒക്കെ യൂസ് ചെയ്തിട്ട് സെറ്റ് ഒക്കെ ഇങ്ങനെ റൗണ്ട് വരച്ചിട്ട് ഒക്കെ ചെയ്യുന്ന സെറ്റ്, ഈ ഫസ്റ്റ് സെറ്റ് A B എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കും. സെറ്റ് ആൻഡ് ഓപ്പറേഷൻസ്, അതുപോലെ തന്നെ 2D കോർഡിനേറ്റ് സിസ്റ്റംസ്, കോംപ്ലക്സ് നമ്പേഴ്സ്, പോളിനോമിയൽ ഇക്വേഷൻസ് ആൻഡ് ദെയർ സൊല്യൂഷൻസ്. സിമ്പിൾ ആയിട്ടുള്ള ബ്രഷിംഗ് അപ്പ് ആണ്. നിങ്ങള് +2 ട്വൽത്തിൽ മാത്തമാറ്റിക്സിൽ പഠിച്ച കുറച്ച് കാര്യങ്ങളുടെ ഇച്ചിരി കൂടെ എക്സ്റ്റൻഷൻ ഉണ്ടാവും. ബട്ട് ബ്രഷിംഗ് അപ്പ് ആണ് മൊത്തത്തിൽ വരുന്നത്. നല്ലൊരു ഏരിയ ആണ് ഇത് പഠിക്കാനായിട്ട്. നല്ലപോലെ നിങ്ങൾക്ക് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാനായിട്ട് രസം ഉണ്ടാവും, ചെയ്ത് പഠിക്കാൻ. ഇനി ലിമിറ്റ് ആൻഡ് കണ്ടിന്യൂറ്റി നൊട്ടേഷൻസ്. ലിമിറ്റ് ആൻഡ് കണ്ടിന്യൂറ്റി നമ്മൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0, sin x/x എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോമൺ ആയിട്ടുള്ള കുറച്ച് ഇതും പഠിക്കുന്നുണ്ടാവും. റിയൽ നമ്പേഴ്സ്, ലിമിറ്റ്, കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന ആ കാൽക്കുലസിൽ വരുന്ന ബ്ലോക്ക് 2 എന്ന് പറയുന്ന അതും ബ്രഷിംഗ് അപ്പ് ആണ്. പക്ഷെ കുറച്ചും കൂടെ എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള ഒരു സംഭവമായിരിക്കും പഠിക്കാനുണ്ടാവുക. ഇനി അടുത്തത് നമ്മുടെ ബേസിക് ഡിഫറൻസിയേഷൻ, ഇൻട്രൊഡക്ഷൻ ടു ഡിഫറൻസിയേഷൻ, മോർ ഡെറിവേറ്റീവ്സ്, ഹയർ ഓർഡർ ഡിഫറൻസിയേഷൻ, പാരാമെട്രിക് റെപ്രസെന്റേഷൻ ഓഫ് കർവ്സ്. അതായത് ഇപ്പം ഓരോ ഡിഫറൻഷ്യൽ ഇക്വേഷൻസും അല്ലെങ്കിൽ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോഴും ഓരോ കർവ്സ് ആണ്. ചിലതിന് പാരാബോളിക് ആയിരിക്കും, ചിലതിന് ഇങ്ങനെ ടിക്ക് ചെയ്യുന്നത് പോലെ നമ്മുടെ എന്താ പറയാ, ഈ എക്സ്പൊണൻഷ്യൽ ഗ്രാഫ്സ് ഒക്കെ വരുന്നത്, പാരാബോളിക് ഗ്രാഫ്സ്, ഹൈപ്പർബോളിക് ഗ്രാഫ്സ്, അതിന്റെയൊക്കെ ബിഹേവിയർ എങ്ങനെയായിരിക്കും എന്നൊക്കെ പഠിക്കുന്നത്. പിന്നെ പാർഷ്യൽ ഫ്രാക്ഷൻസ്, A/x - x1, B/x - x2 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻസ് പഠിക്കും. ആ ഒരു കാര്യം കൂടെ വരുന്നുണ്ട്. +2 പോർഷൻസ് കുറച്ച് ഡൗട്ട് ഉള്ളവർ അതൊന്ന് ബ്രഷ് ചെയ്തിട്ട് ബ്ലോക്ക് 3ലേക്ക് കടക്കാനായിട്ട് നോക്കും. ഇനി ബ്ലോക്ക് 4 എന്ന് പറയുന്നത് അപ്ലിക്കേഷൻ ഓഫ് ഡിഫറൻഷ്യൽ കാൽക്കുലസ്. അതിന്റെ ഇന്റർമീഡിയറ്റ് ഫോംസ്, അപ്സ് ആൻഡ് ഡൗൺസ്, കർവേച്ചർ, അസിംപ്റ്റോട്ട്സ്. അസിംപ്റ്റോട്ട്സ് എന്ന് വെച്ചാൽ ചില എന്താ പറയാ കൺജക്ഷൻ പോയിന്റ്സ് എന്നൊക്കെ പറയും. അതായത് ചില ഡിഫറൻസ് വരുന്ന പോയിന്റ്സ് നമ്മുടെ ഗ്രാഫിൽ തന്നെ ചില പോയിന്റ്സ് എന്ന് പറയുന്നത് അതിനൊരു ഡിഫറെന്റ് ബിഹേവിയർ ആയിരിക്കും. ത്രൂ ഔട്ട് ഗ്രാഫ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഗ്രാഫിന് ഇവിടെ എത്തുമ്പോൾ, ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ എന്നിട്ട് ഇങ്ങനെ താഴോട്ട് വരും. സോ ഇറ്റ് ഇസ് ഹാവിംഗ് എ ഡിഫറെന്റ് ബിഹേവിയർ അറ്റ് ദിസ് പെർട്ടിക്കുലർ പോയിന്റ് പറയുന്ന കർവ് ട്രേസിംഗിന്റെ കാര്യങ്ങളൊക്കെ പറയുന്ന ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ബട്ട് ദിസ് ഇസ് എ ഡിഫറെന്റ് കേസ്. ഇത് കുറച്ചും കൂടെ മാത്തമാറ്റിക്കലി വരുമ്പോഴത്തേക്കും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കേസാണ്. ബട്ട് നേരത്തെ 3 ബ്ലോക്സ് അറിയാവുന്ന ആൾക്കാർക്ക് ഇത് ഈസി ആയിരിക്കും. അതാണ് നമ്മുടെ കാൽക്കുലസ് എന്ന് പറയാന്നുള്ളതിനെ പറയുന്നത്. പിന്നെ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ്. ഫംഗ്ഷൻസ് ഓഫ് 2 or 3 വേരിയബിൾസ്, R² R3, ലിമിറ്റ് ആൻഡ് കണ്ടിന്യൂറ്റി, ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡിഫറൻസിയേഷൻ, ഡിഫറൻഷ്യബിലിറ്റി, ഹയർ ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ്, ചെയിൻ റൂൾ, ഹോമോജീനിയസ് ഫംഗ്ഷൻസ്. ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൽ നമ്മൾ ചെയിൻ റൂൾ ഒക്കെ യൂസ് ചെയ്യില്ലേ, ∂x of ∂u/∂t is equal to എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ അകത്ത് തന്നെ 2 ഫംഗ്ഷൻസ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ പാർഷ്യൽ ഡിഫറൻസിയേഷൻ എടുത്തിട്ട് ചെയിൻ റൂൾ അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന് പറയുന്ന ഇതും നിങ്ങൾ +2 പഠിച്ചിട്ടുണ്ടോ ചോദിച്ചാൽ അധികം ഉണ്ടാവില്ല. പക്ഷെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് അറിയാവുന്നുണ്ടോ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും നോക്കേണ്ടത്. ഓക്കെ, ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഓഫ് ദ ഫസ്റ്റ് ഓർഡർ, ഇൻട്രൊഡക്ഷൻ ടു ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഫസ്റ്റ് ODE, സെക്കൻഡ് ODE, പിന്നെ അതുപോലെ തന്നെ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, LDEs, PDE എന്നൊക്കെ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. ഡിഫറൻഷ്യൽ ഇക്വേഷൻ വരുന്നത് ∂2u/∂x² + ∂2v/∂x² is equal to 1 എന്നൊക്കെ പറയുന്ന ഇക്വേഷൻസ് ഒക്കെ നമ്മൾ കണ്ടിട്ടില്ലേ. എന്നിട്ട് അത് സോൾവ് ചെയ്യാനായിട്ടുള്ളത് പെർട്ടിക്കുലർ സൊല്യൂഷൻ, അതുപോലെ തന്നെ എന്താ പറയാ ഇതിനൊരു പെർട്ടിക്കുലർ സൊല്യൂഷൻ ആയിരിക്കും ഉണ്ടാവുക, അതിനൊരു സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ആയിരിക്കും ഉണ്ടാവുക. ഇത് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് മാത്തമാറ്റിക്കലി ഉള്ള പേപ്പറാണ്. മൊത്തത്തിൽ മാത്സ് തന്നെയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ പ്രോബ്ലം ഒക്കെ ചെയ്ത് പഠിക്കാം. തിയറിയേക്കാൾ കൂടുതൽ പ്രോബ്ലംസ് കൂടുതലുള്ള പേപ്പേഴ്സ് ആണ്. പിന്നെ ബ്ലോക്ക് 3 വരുമ്പോഴത്തേക്കും സെക്കൻഡ് ആൻഡ് ഹയർ ഓർഡർ ഡിഫറൻഷ്യൽ, അതായത് ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് പഠിച്ച ആൾക്കാർക്ക് സെക്കൻഡ് ഓർഡർ കൂടെ പഠിക്കാൻ പറ്റുമായിരിക്കുമല്ലോ. അപ്പൊ അതിന്റെ മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോയിഫിഷ്യൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് A+B+C എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ വരുന്നത് വേരിയബിൾ കോയിഫിഷ്യൻസ് വരുന്നത്. മെത്തേഡ് ഓഫ് ഡിഫറൻഷ്യൽ ഓപ്പറേറ്റേഴ്സ്, നമുക്ക് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മെത്തേഡ്സ് ഉണ്ട് കേട്ടോ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓപ്പറേറ്റർ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട്. MSc മാത്തമാറ്റിക്സിൽ വരുമ്പോഴത്തേക്കും നിങ്ങൾ ഇപ്പൊ ഇഗ്നോയിൽ വരികയാണെന്നുണ്ടെങ്കിൽ MSc മാത്തമാറ്റിക്സിന്റെ സിലബസിൽ കൂടുതൽ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക ഓപ്പറേറ്റർ മെത്തേഡ് ആണ്. അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഇവിടെ ഉണ്ടാവും. അപ്പൊ അത് നന്നായി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്പറേറ്റർ മെത്തേഡ് കുറച്ചും കൂടെ നന്നായിട്ട് അറിയാൻ പറ്റുമായിരിക്കും. സിമ്പിൾ ആണ്, പക്ഷെ എന്താ പറയാ
വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും. പക്ഷെ അതൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കുറച്ച് ഒരു ബുദ്ധിമുട്ടുണ്ട്. കുഴപ്പമില്ല, ചോദിച്ചോളൂ, പറഞ്ഞുതരാം. ഇനി ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, സൈമൾട്ടേനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ടോട്ടൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ലീനിയർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡിഫറൻഷ്യൽ, അതായത് ഡോ യു ബൈ ഡോ എക്സ് എന്നൊക്കെ പറയുന്നത്. ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് പെർട്ടിക്കുലർ ആയിട്ട് ഡി ബൈ ഡി എക്സ് എന്നൊക്കെ എഴുതുന്നത്. ഇത് ഡോ യു ബൈ ഡോ എക്സ് 2-3 ഫംഗ്ഷൻ എക്സ്ട്രാ ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ് ചെയ്യുന്നുണ്ടാവുക. ഒരു ഫംഗ്ഷനെ പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഒരു ഫംഗ്ഷൻ എക്സിന്റെയും വൈന്റെയും സെഡിന്റെയും കോമ്പിനേഷൻ ആണെന്നുണ്ടെങ്കിൽ വി ഓൺലി വാണ്ട് ദ സൊല്യൂഷൻ ഫോർ ദ എക്സ് എന്നാണെങ്കിൽ വിൽ പാർഷ്യലി ഡിഫറൻഷിയേറ്റഡ് വിത്ത് എക്സ്, അങ്ങനെ വരും പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. അത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് മാത്സിനകത്ത് പഠിക്കാനുള്ളത്. സോ വിൽ മൂവിംഗ് ഓൺ ടു ദ മെക്കാനിക് സെഷൻ വിച്ച് ഇസ് ഫോർ ദ ഫിസിക്സ് ലേണേഴ്സ്. ദാറ്റ് ഇസ് മാത്തമാറ്റിക് പ്രിലിമിനറി വെക്ടർ ആൾജിബ്ര. അതായത് മെക്കാനിക്സിൽ എന്തുകൊണ്ട് മാത്സ് പഠിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെക്കാനിക്സ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മാത്സ് അറിയണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് മാത്തമാറ്റിക്കൽ പ്രിലിമിനറീസ് ആണ് നിങ്ങൾ പഠിക്കുന്നുണ്ടാവുക. വെക്ടർ ആൾജിബ്ര, അതായത് ഡയറക്ഷൻസ് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്ടേഴ്സിനെ പറ്റിയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട. അതായത് നമ്മൾ മെക്കാനിക്സിൽ പറയുമ്പോഴത്തേക്കും ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത്, മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഇസ് ഇൻ വെക്ടർ പ്ലെയിൻ അല്ല എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്യുന്നത് കാരണം അതൊരു വെക്ടർ ക്വാണ്ടിറ്റി ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ സ്പെസിഫൈ ചെയ്യാൻ നമുക്ക് ഡയറക്ഷൻസ് വേണം, അല്ലെ? എ പ്ലസ് ഐ കെ പ്ലസ് ബി പ്ലസ് ജെ കെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടില്ലേ? ഒക്കെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെക്ടർ ആൾജിബ്ര, പിന്നെ അതിന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ. ബേസിക് ആയിട്ടുള്ള കാൽക്കുലസ് കൺസെപ്റ്റ്സ് മാത്സ് ഓൾറെഡി നിങ്ങൾ ഒരു കോമ്പിനേഷൻ ആയിട്ട് ചൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പേപ്പർ വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ മാത്സ് പഠിക്കുന്നുണ്ട് ഫിസിക്സിൽ. ഓക്കെ, പിന്നെ ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് മെക്കാനിക്സ്, ന്യൂട്ടൺസ് ലോസ്, അപ്ലിക്കേഷൻ ഓഫ് ന്യൂട്ടൺസ് ലോസ്, ഗ്രാവിറ്റേഷൻ, ലീനിയർ മൊമെന്റം, ഇൻപൾസ്, വർക്ക് എനർജി, പൊട്ടൻഷ്യൽ എനർജി കൺസർവേഷൻ. ബേസിക്സ് ആണ്, വെറും ബേസിക്സ് ആണ് ഇതിനകത്ത് നോക്കുന്നത്. പ്ലസ് 2 നിങ്ങൾ പഠിച്ച അതേ കാര്യങ്ങളുടെ കുറച്ചും കൂടെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും. വെറും ബേസിക്സ് ആണിത്. ഓക്കെ, ദ ക്ലിയർ ബേസിക്സ് മാത്രം വരുന്നത്. ഇനി റൊട്ടേഷണൽ മോഷൻ ആൻഡ് മിനി പാർട്ടിക്കൽ സിസ്റ്റം, അതായത് അത് വരുമ്പോഴത്തേക്കും റൊട്ടേഷൻ വരുമ്പോഴത്തേക്കും കുറച്ച് ഡിഫറൻസ് വരുന്നുണ്ട്. മെക്കാനിക്സിൽ തന്നെ റൊട്ടേഷണൽ പാർട്ടിക്കൽസ് വരുമ്പോഴത്തേക്കും ഡൈനമിക്സ് ഡിഫറെന്റ് ആണ്. ഡൈനമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് അതിന്റെ ഒരു ഘടന അത് ഭയങ്കര ഡിഫറെന്റ് ആണ്. കൈനമാറ്റിക്സ് ഓഫ് ആംഗുലർ മോഷൻ, ഡൈനമിക്സ് ഓഫ് ദ റൊട്ടേഷണൽ മോഷൻ അണ്ടർ എ സെൻട്രൽ ഫോഴ്സ് പ്രോബ്ലം, പിന്നെ കൺസർവേഷൻ ലോസ് ഫോർ എ മിനി പാർട്ടിക്കൽ സിസ്റ്റം. നമ്മൾ ഒറ്റ പാർട്ടികൾ, ഞാൻ ഇവിടെ നിന്ന് നിങ്ങളോട് സംസാരിക്കുന്നു, നിങ്ങളത് കേൾക്കുന്നു എന്നുള്ളത് മാത്രം പകരം മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആൾക്കാർ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? അപ്പൊ നിങ്ങൾ ബാക്കി എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സോ ദാറ്റ് ഇസ് വാട്ട് ഇസ് മെന്റ് ബൈ എ മൾട്ടി പാർട്ടിക്കൽ സിസ്റ്റം. ഇപ്പൊ നമ്മൾ കൂടുതലും മൈക്രോ വേൾഡിലാണ് നമ്മൾ അത് പറയുന്നുണ്ടാവുക. ഒരു ഇലക്ട്രോൺ അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു, അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു. അപ്പൊ അതിനെ മിനി പാർട്ടിക്കിൾ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ അതിന്റെ സൊല്യൂഷൻസ് ഒക്കെ കണ്ടുപിടിക്കുന്നതാണ് മിനി പാർട്ടിക്കിൾ സിസ്റ്റം. ഇനി ഹാർമോണിക് ഓസിലേഷൻ, സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻ, അതായത് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡാംഡ് ഓസിലേഷൻ, വേവ് ഫംഗ്ഷൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾ ഹാർമോണിക് ഓസിലേഷൻസ് എന്ന് പറയുന്നതിൽ പഠിക്കുന്നുണ്ടാവുക. അപ്പൊ അതിന്റെ ലാബിൽ എന്തായിരിക്കും? എറർ അനാലിസിസ്, മെഷർമെന്റ് ഓഫ് ലെങ്ത്, പിന്നെ ഫ്ലൈ വീൽ എന്ന് പറയുന്ന ഒരു കറക്കി വിടുന്ന ഒരു സാധനമാണ്. അതിങ്ങനെ കറക്കിയിട്ട് അതിങ്ങനെ നിലത്ത് ടച്ച് ചെയ്യുന്നതിന് മുമ്പ് നമ്മളിങ്ങനെ ഇത് ആക്സസ് ഓഫ് റൊട്ടേഷൻ ഒക്കെ എടുക്കുന്നത് ഒരു എന്താ പറയുക, ഒരു സെറ്റപ്പ് ആണ് അത്, ഫ്ലൈ വീൽ സെറ്റപ്പ് എന്നാണ്. യങ്സ് മോഡുലസ് ബൈ ബെൻഡിങ് ദ ബീംസ്, അതായത് ഇപ്പൊ ഇങ്ങനെ നമ്മളൊരു സ്കെയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 2 സ്ഥലത്ത് നമ്മൾ വെയിറ്റ് ഹാങ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് ഇങ്ങനെ ഒരു ബെൻഡ് ഉണ്ടാവും. ഇനി ഇവിടെ മാത്രം നമ്മൾ ഹാങ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് 2 മുകളിലോട്ട് പോകും. അതാണ് നമ്മുടെ ബെൻഡിങ് ബീം എന്നൊക്കെ പറയുന്നത്. പിന്നെ മോഡുലസ് ഓഫ് റിജിഡിറ്റി എന്ന് പറയുന്നത്, മാക്സ്വെൽസ് നീഡിൽസിന്റെ മോഡുലസ് ഓഫ് റിജിഡിറ്റി എന്ന് പറയുന്നത്. പിന്നെ സാൾസ് മെത്തേഡ് എന്ന് പറയുന്ന ഒരു ഡിഫറെന്റ്, അതായത് ഒരു സാൾസ് അപ്പാരറ്റസ് ഉണ്ട്. അപ്പാരറ്റസ് ഇല്ല, ചിലയിടത്തുണ്ടാവും അപ്പാരറ്റസ്, ചിലവര് ഈ പറഞ്ഞതുപോലെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കുന്നത്. പിന്നെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓഫ് എ ബാർ പെൻഡുലം. ബാർ പെൻഡുലം എന്ന് പറയുന്നത് ഇതുപോലെ വരുന്നതാണ്. അതായത് ഇവിടെ കുറെ ഓട്ടകളൊക്കെ ഉള്ള ഒരു പെൻഡുലായിരിക്കും. ആദ്യം നമ്മൾ ഇവിടെ വെച്ചിട്ട് ഇതിങ്ങനെ ആട്ടി നോക്കും, ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ഇതാക്കി നോക്കും. അപ്പൊ ഓരോ പേസ് വരുമ്പോഴത്തേക്കും നടുക്ക് വരുമ്പോൾ ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേക്കും അതിങ്ങനെ സ്റ്റക്ക് ആയിട്ട് നിൽക്കും. അതാണ് അതിന്റെ ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ ഗ്രാവിറ്റി ഓഫ് ദ കേറ്റസ് പെൻഡുലം, ഡിറ്റർമിനേഷൻ ഓഫ് ദ സ്പ്രിംഗ് കോൺസ്റ്റന്റ് യൂസിങ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, സ്പ്രിംഗ് മാസ് സിസ്റ്റം, അതായത് ഒരു സ്പ്രിംഗിൽ ഒരു മാസ് അറ്റാച്ച് ചെയ്തിട്ട് അതിനിങ്ങനെ നമ്മൾ സ്പോൾ ചെയ്തിട്ട് കണ്ടുപിടിക്കുന്നത്. പിന്നെ കാഥോഡ് റേ ട്യൂബ്, CRO എന്ന് പറയുന്ന അതിന്റെ CROയുടെ ഫംഗ്ഷൻസ് കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്. പിന്നെ ട്യൂണിംഗ് ഫോക്ക് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ തട്ടിയിട്ട് നമ്മളിങ്ങനെ സൗണ്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ അതിന്റെ വൈബ്രേഷൻസ് ഒക്കെ കണ്ടുപിടിക്കണം. രസമാണ്, മെക്കാനിക്സിന്റെ ലാബൊക്കെ ഭയങ്കര രസമാണ്.
ഇനി അടുത്തത് ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം. അതിൽ വെക്ടർ അനാലിസിസ് വീണ്ടും നമ്മൾ മാത്തമാറ്റിക്കൽ പ്രിൻസിപ്പിൾസ് ആണ് നോക്കാൻ പോകുന്നത്. അതിന്റെ സ്കെയിലർ ഫീൽഡ്സ്, അതിന്റെ ഗ്രേഡിയന്റ്, വെക്ടർ ഫീൽഡ്, ഡൈവേർജൻസ് ആൻഡ് കേൾ, പിന്നെ ഇന്റഗ്രേഷൻ ഓഫ് ദ വെക്ടർ ഫംഗ്ഷൻസ് ആൻഡ് ദ ലൈൻ ഇന്റഗ്രൽസ്, പിന്നെ സർഫസ് ആൻഡ് വോളിയം ഇന്റഗ്രൽസ് എന്ന് പറയുന്നത് മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ബ്ലോക്ക് 1 ആണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ പറ്റിയിട്ട് പറയാനായിട്ട് പറ്റത്തുള്ളൂ. സോ വി വിൽ മൂവ് ഓൺ ടു ദ സെക്കൻഡ് ബ്ലോക്ക് വിച്ച് വിൽ ബി ദ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. അതായത് സ്റ്റേഷനറി ആയിട്ട് ഇരിക്കുന്ന ചാർജസിനെ പറ്റിയിട്ട് പഠിക്കുന്ന അതിന്റെ ഇലക്ട്രിസിറ്റി. സ്റ്റേഷനറി ചാർജസ് എന്ന് പറയുമ്പോൾ ഇലക്ട്രിസിറ്റി അല്ലേ. ഇലക്ട്രിസിറ്റി എന്ന് പറയുമ്പോൾ മൂവ്മെന്റ് ഓഫ് ചാർജസ് ആണ്. അല്ലെങ്കിൽ സ്റ്റേഷനറി ആയിരിക്കുന്ന ചാർജസിനെ പറ്റിയിട്ട് പഠിക്കുന്നതാണ് ഗോസസ് ലോ, അപ്ലിക്കേഷൻ ഓഫ് ഗോസസ് ലോ, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. +2 പഠിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ്. ബ്രഷ് അപ്പ് ഫ്രം ദ +2 ആൻഡ് കം ബാക്ക് ഹിയർ. ഇറ്റ് വിൽ ബി വെരി ഈസി ഫോർ യു ഗൈസ്. ഓക്കെ, സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ്. ഇലക്ട്രോസ്റ്റാറ്റിക് ആൻഡ് മാഗ്നറ്റിസം. അതുപോലെ തന്നെ ഒരു മീഡിയത്തിൽ, നമ്മളൊരു എയറിൽ കൺസിഡർ ചെയ്യുമ്പോഴും വാക്വത്തിൽ കൺസിഡർ ചെയ്യുമ്പോഴും ഒരു മീഡിയത്തിൽ കൺസിഡർ ചെയ്യുമ്പോഴും ഇലക്ട്രിസിറ്റിക്ക് മൂവ്മെന്റിന് നല്ല വ്യത്യാസം ഉണ്ടാവും, അല്ലെങ്കിൽ ആ ചാർജസിന്റെ മോഷന് വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ഡൈഇലക്ട്രിക്സ് എന്താണ്? അതായത് കപ്പാസിറ്ററിന്റെ ഇടയ്ക്ക് നമ്മൾ ഒരു ഡൈഇലക്ട്രിക് പ്ലേസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ കപ്പാസിറ്റൻസ് കൂടുമോ കുറയുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് കപ്പാസിറ്റേഴ്സ്, മാഗ്നറ്റിക് ഫീൽഡ്, ആംപിയേഴ്സ് ലോ, പിന്നെ നമ്മുടെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഗോസസ് ലോ, ആംപിയേഴ്സ് ലോ, മാക്സ്വെൽസ് ലോ എന്നൊക്കെ പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ത്രൂ ഔട്ട് ഫിസിക്സ് പഠിക്കുന്ന ഒരാൾക്ക് അത് അറിയണം. എവിടെ നിന്ന് എടുത്ത് ചോദിച്ചാലും നിങ്ങൾക്ക് ആംപിയർ സർക്യൂട്ടൽ ലോ ഒക്കെ അറിഞ്ഞിരിക്കണം. പ്രാക്ടിക്കൽസ്, ഇതിന്റെ പ്രാക്ടിക്കൽ എന്ന് പറയുമ്പോൾ മൾട്ടിമീറ്റർ മെഷർ ചെയ്യുന്നത്, അതുപോലെ തന്നെ സീരീസ് ആയിട്ടുള്ള RC സർക്യൂട്ട്, LCR സർക്യൂട്ട്, പാരലൽ ആയിട്ടുള്ള LCR സർക്യൂട്ട്. LCR എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കണ്ടക്ടൻസ്, അതായത് ഇൻഡക്ടറും എല്ലാം കൂടെ വെച്ചിട്ടുള്ള സർക്യൂട്ട്. കപ്പാസിറ്റർ, റെസിസ്റ്റർ ആൻഡ് ഇൻഡക്ടൻസ് വെച്ചിട്ട് നമ്മൾ അതിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നതാണ്. പിന്നെ എക്സ്പെരിമെന്റ് പ്രാക്ടിക്കൽ 2 സെക്കൻഡ് സെഷനിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് അപ്പാരറ്റസിനെ ഡീൽ ചെയ്യാൻ പോവാണ്. ലോ റെസിസ്റ്റൻസ് യൂസിങ് ക്യാരി ഫോസ്റ്റേഴ്സ് ബ്രിഡ്ജ്, പിന്നെ നോർട്ടൺസ് ആൻഡ് തെവനൻസ് തിയറം എന്ന് പറഞ്ഞിട്ട് അതിന്റെ അത് മാത്തമാറ്റിക്കലി നമ്മൾ പ്രൂവ് ചെയ്യുന്നതാണ്. പക്ഷെ അതിന്റെ വേരിഫിക്കേഷൻ വരുന്ന ചിലപ്പോൾ അപ്പാരറ്റസ് ഉണ്ടാവും, ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ മാനുവലി നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ അതുപോലെ പവർ ട്രാൻസ്ഫർ തിയറം എന്ന് പറഞ്ഞാൽ സൂപ്പർ പൊസിഷന്റെ, പിന്നെ PN ജംഗ്ഷൻ ഡയോഡ്, പിന്നെ ഹാഫ് വേവ് ആൻഡ് ഫുൾ വേവ് റെക്ടിഫയേഴ്സ്, അതും ഫിൽറ്റേഴ്സ് വരുന്നതാണ്. അത് നിങ്ങളും +2 പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതിന്റെ ഒരു അപ്ലിക്കേഷൻ ലാബ് ആയിട്ടായിരിക്കും അതിനകത്ത് ചെയ്യുന്നുണ്ടാവുക. സോ അത്രയോടുകൂടെ നമ്മുടെ ഫിസിക്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാണ്. ദെൻ വിൽ മൂവ് ഓൺ ടു ദ അനിമൽ ഡൈവേഴ്സിറ്റി. അസിലോമേറ്റ്സ് എന്ന് പറയുന്ന, അതിന്റെ പ്രൊനൗൺസിയേഷൻ ഡിഫറെന്റ് ആയിരിക്കും. അതായത് നമ്മുടെ പ്രോട്ടോസോവൻ കാറ്റഗറിയിൽ വരുന്ന പ്രോട്ടിസ്റ്റിന്റെ പ്രോട്ടോസോവൻ കാറ്റഗറി, അതിന്റെ ആർക്കിടെക്ചർ, അനിമൽ കിങ്ഡത്തിന്റെ ആർക്കിടെക്ചർ, ഫൈലം പോരിഫേറ, പിന്നെ അതുപോലെ തന്നെ സിൻഡിക്കേറ പറയുന്ന കുറെ കാര്യങ്ങൾ പറയുന്നത്, നെമറ്റോഡ്സിന്റെ ഒക്കെ കാര്യങ്ങൾ പറയുന്നില്ലേ. അത് ബേസിക് ആയിട്ടുള്ള അനിമൽ കിങ്ഡത്തിന്റെ ഇൻട്രൊഡക്ഷൻ ആണ് പറയുന്നത്. നിങ്ങൾ +2 ഇതിനെ പറ്റിയിട്ട് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ നോക്കിയിട്ടുണ്ടാവും. ചിലവർ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചിട്ടുണ്ടാവും. ഈ നീറ്റിനൊക്കെ പ്രിപ്പയർ ചെയ്ത ആൾക്കാർക്ക് ഇത് കുറച്ചും കൂടെ ഒക്കെ അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ബ്ലോക്ക് 1 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ബ്ലോക്ക് 2 വരുമ്പോഴത്തേക്കും ആന്ത്രോപോഡ, പിന്നെ അതുപോലെ തന്നെ അനിലിഡ, അങ്ങനത്തെ ഡിഫറെന്റ്, അതായത് നെമറ്റോഡ്സ് കാറ്റഗറിയിൽ വരുന്നതല്ല, ഡിഫറെന്റ് കാറ്റഗറിയിൽ വരുന്നത് നമ്മുടെ ആന്ത്രോപോഡ്സ്, പിന്നെ അതുപോലെ തന്നെ അനിലിഡ എന്നൊക്കെ പറയുന്ന ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്രീച്ചേഴ്സിനെ പറ്റിയിട്ടൊക്കെ പഠിക്കുന്നത്, ഹെമികോട്ടാഡ എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ ആക്ച്വലി ഡിഫറെന്റ് ലാറ്റിൻ, ഫ്രഞ്ച് നെയിംസ് ഒക്കെയാണ്. നിങ്ങൾ ഡിഫറെന്റ് ആയിട്ട് പ്രൊനൗൺസ് ചെയ്യുന്നത്. സ്പെല്ലിങ്സ് എപ്പോഴും മേക്ക് ഷുവർ ചെയ്യാം. സ്പെല്ലിംഗ് മിസ്റ്റേക്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഞങ്ങൾ ചെറിയ പിള്ളേരല്ല സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുത്താൻ എന്ന് വിചാരിച്ചാൽ അത് നിങ്ങൾ കൊച്ചു പിള്ളേരായതുകൊണ്ട് വലിയ പിള്ളേരായതുകൊണ്ട് പറയുന്നതല്ല. ബേസിക് ആയിട്ടുള്ള നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല ഇതിന്റെ ബേസിക് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്. അതുകൊണ്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ജസ്റ്റ് ചെക്ക് ഫോർ ദാറ്റ്. ഓക്കെ, ഇനി അടുത്തത് പ്രോട്ടോകോറിഡേറ്റ്സ്, പിന്നെ അതുപോലെ തന്നെ ജോലസ് ഫിഷസിന്റെ കാര്യങ്ങൾ, ഫൈസസ്, അതുപോലെ തന്നെ ആംഫിബിയ. നമ്മുടെ ഫിഷ് കാറ്റഗറിയിൽ വരുന്ന, ആംഫിബിയൻസിന്റെ കാറ്റഗറിയിൽ വരുന്ന അതായിരിക്കും. അതായത് നമ്മൾ ഫസ്റ്റ് നെമറ്റോഡ്സ് പഠിക്കുന്നു, പിന്നെ അനിലിഡയെ പറ്റി പഠിക്കുന്നു. ബ്ലോക്ക് 3 വരുമ്പോഴത്തേക്കും വാട്ടറിലുള്ള ഫിഷസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കുന്നു. ആംഫിബിയൻസ് വേറെ ഉണ്ട് കേട്ടോ. അതിനെ പറ്റിയിട്ടുള്ള ഒരു ബേസിക്, വളരെ ബേസിക്സ് ആയിട്ടുള്ള ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുവാണ് നിങ്ങൾക്ക് ബ്ലോക്ക് 3 ഇനി ബ്ലോക്ക് 4 വരുമ്പോഴത്തേക്കും റെപ്റ്റൈൽസ്, ഏവ്സ്, മാമൽസ്, അതുപോലെ തന്നെ ഇവല്യൂഷൻ ഓഫ് മാമൽസ് എന്ന് പറയുന്നത്. മാമൽസിൽ ഈ പറഞ്ഞതുപോലെ തന്നെ എല്ലാ കാറ്റഗറിയും വരുന്നതാണ്. അവരെയും കൂടെ പറയുമ്പോഴത്തേക്കും മൊത്തത്തിലുള്ള അനിമൽ കിങ്ഡം നമ്മൾ ബ്ലോക്ക് 4 കൂടെ കംപ്ലീറ്റ് ചെയ്യാണ്. അപ്പൊ അതിന്റെ ലബോറട്ടറി എന്ന് പറയുന്നത് ഒബ്സർവേഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രോട്ടിഡ്സ്, പോരിഫെറ, സിൻഡിയാറിയ, പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഓരോന്നിനെയും ക്ലാസിഫിക്കേഷൻ, അതിന്റെ ഒബ്സർവേഷൻ. ജസ്റ്റ് നിങ്ങൾക്ക് ഒബ്സർവേഷൻ മാത്രമേ വരുന്നുള്ളൂ. മേബി നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ ഓൾറെഡി സെറ്റ് ചെയ്ത് സെക്ഷൻ ചെയ്ത് വെച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒബ്സർവ് ചെയ്യുക. അതിന്റെ ക്ലാസിഫിക്കേഷൻ ഏതാന്ന് പറയാ. ജസ്റ്റ്
ഒരു ആക്ടിവിറ്റി പോലെ വരുന്നതാണ്. അതാണ് പ്രാക്ടിക്കൽ 1 നിങ്ങൾക്ക് ചെയ്യേണ്ടതും ബേസിക് ആയിട്ടുള്ള ഒബ്സർവേഷൻസ്. പിന്നെ സെക്കൻഡ് വരുമ്പോഴത്തേക്കും സെക്കൻഡ് സെറ്റ് ഓഫ് ആൾക്കാരുടെ നമ്മുടെ ആന്ത്രോപോഡ, അതുപോലെ തന്നെ ഈ ഒരു ഡിഫറെന്റ് കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരുടെ സ്പെസിമെൻസ്, നമ്മുടെ ആംഫിബിയസ് ആയിട്ടുള്ള ആൾക്കാരുടെ ഈ ഒരു ഇത് ഒബ്സർവ് ചെയ്യുക, എന്നിട്ട് അതിനെ റെക്കോർഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ. കൂടുതലായിട്ട് നിങ്ങൾ സെക്ഷൻ ചെയ്യേണ്ടതായിട്ടൊന്നും വരുന്നില്ല. ജസ്റ്റ് ഒബ്സർവേഷൻസ് ആണ് ഇതിനകത്ത് ബേസിക് ആയിട്ടുള്ളത്. ഒബ്സർവേഷൻ, ക്ലാസിഫിക്കേഷൻ, റൈറ്റ് ഡൗൺ, നോക്കുക, ക്ലാസിഫൈ ചെയ്യുക, എഴുതുക. പിന്നെ പ്രാക്ടിക്കൽ 3 വരുമ്പോഴത്തേക്കും നമ്മുടെ നെക്സ്റ്റ് സെറ്റ് ഓഫ് ആനിമൽസിനെ, നമ്മുടെ റെപ്റ്റൈൽസ്, ഏവ്സ്, മാമൽസ്, ആംഫിബിയ, അങ്ങനത്തെ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുക, അതിനെ ക്ലാസിഫൈ ചെയ്യുക. ഓക്കെ. പിന്നെ കമ്പാരിറ്റീവ് അനാറ്റമി ആൻഡ് ഡെവലപ്മെന്റൽ ബയോളജി ഓഫ് ദ വെർട്ടിബ്രേറ്റ്സ്. കമ്പാരിറ്റീവ് അനാറ്റമി ഓഫ് ദ വെർട്ടിബ്രേറ്റ്സ് എന്ന് പറയുന്നതാണ് ബ്ലോക്ക് 1. അതിൽ നമ്മുടെ സ്കെലിറ്റൽ സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, അതുപോലെ തന്നെ സർക്കുലേറ്ററി സിസ്റ്റം, അങ്ങനെ ഡിഫറെന്റ് സിസ്റ്റത്തിനെ പറ്റിയിട്ടായിരിക്കും. മൊത്തത്തിലുള്ള നമ്മുടെ അനാറ്റമി പഠിക്കുന്നതാണ്. അതുപോലെ സ്കെലിറ്റൻ പഠിക്കുന്നു, ഡൈജഷൻ പഠിക്കുന്നു, റെസ്പിറേഷൻ പഠിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സർക്കുലേറ്ററി, എങ്ങനെയാണ് ഫുഡ് തന്നെ ആയിക്കോട്ടെ, എന്ത് തന്നെ സംഭവമാണെന്നുണ്ടെങ്കിലും അത് എങ്ങനെയാണ് നമ്മുടെ ബോഡിക്കകത്ത് നിന്ന് സർക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ്. പിന്നെ ഫങ്ഷണൽ അനാറ്റമി എന്ന് പറയുമ്പോൾ നമ്മുടെ യൂറിനോ ജെനിറ്റൽ സിസ്റ്റം, നമ്മുടെ ബേസിക് ആയിട്ടുള്ള എന്താ പറയാ യൂറിനേഷൻ വരുന്നത്, അതുപോലെ തന്നെ വെജൈനൽ പാർട്ട്, അങ്ങനെ അതുപോലെ തന്നെ ടൈറ്റിസ് പാർട്ട്, ടെസ്റ്റിസ് പാർട്ട്, അങ്ങനെയൊക്കെ വരുന്ന നമ്മുടെ യൂറിനറി സിസ്റ്റത്തിനെ പറ്റിയിട്ട് പഠിക്കുന്നത്. പിന്നെ നെർവസ് സിസ്റ്റംസ്, സെൻസറി ആയിട്ട് വരുന്ന നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ പറ്റിയിട്ട്, പിന്നെ എൻഡോക്രൈൻ സിസ്റ്റത്തിനെ പറ്റിയിട്ടൊക്കെ ആയിരിക്കും പഠിക്കുന്നുണ്ടാവുക. സോ ദി ബേസിക് ആയിട്ടുള്ള നമ്മുടെ യൂറിനോ ജെനിറ്റൽ സിസ്റ്റത്തിലേക്ക് കടന്ന് പിന്നെ നമ്മൾ നെർവസ് സിസ്റ്റത്തിനെ പറ്റിയിട്ടൊക്കെ ആയിരിക്കും നമ്മൾ നോക്കുന്നുണ്ടാവുക ബ്ലോക്ക് 2 വരുമ്പോഴത്തേക്കും. ഇനി ബ്ലോക്ക് 3 വരുമ്പോഴത്തേക്കും ഡെവലപ്മെന്റൽ ബയോളജി ഓഫ് വെർട്ടിബ്രേറ്റ്സ് 1, അതായത് പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെന്റ്, സെൽ ടു സെൽ കമ്മ്യൂണിക്കേഷൻ, ബിഗിനിങ് ഓഫ് ന്യൂ ഓർഗനൈസേഷൻ, ക്ലീവേജ് ആൻഡ് ഗ്യാസ്ട്രിക്കുലേഷൻ എന്ന് പറയുന്നത്. ഇത് ബേസിക് ആയിട്ട് വരുമ്പോഴത്തേക്കും ഡെവലപ്മെന്റൽ സൈക്കോളജിയാണ്. അതായത് ഒരു സെൽ ഡിവിഷനിൽ നിന്ന് മറ്റൊരു സെൽ ഡിവിഷൻ നമ്മൾ എന്താ പറയാ ഉണ്ടായി വരുന്നതൊക്കെ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ ഡെവലപ്മെന്റൽ ആയിട്ട് വരുന്ന ബേസിക് ഡെവലപ്മെന്റ്. പിന്നെ അടുത്തത് ഡെവലപ്മെന്റ് ഓഫ് ഫ്രോഗ്, ഡെവലപ്മെന്റ് ഓഫ് ചിക്ക്, ഏർലി ഡെവലപ്മെന്റ് ഇൻ ഹ്യൂമൻസ്, ഹ്യൂമൻ ഡെവലപ്മെന്റ് സിസ്റ്റത്തിനെ പറ്റിയിട്ടും നമ്മൾ ബ്ലോക്ക് 4 നോക്കുന്നുണ്ടാവും. പിന്നെ അതിന്റെ ലബോറട്ടറി എന്ന് പറയുമ്പോഴത്തേക്കും സ്റ്റഡി ഓഫ് ദ ഓസ്റ്റിയോളജി ഓഫ് ദ ഫ്രോഗ്, അതിന്റെ സ്കെലറ്റൻ പഠിക്കുന്നത്. പിന്നെ റാബിറ്റിന്റെ ഡിസ്ട്രാക്കുലേറ്റഡ് ആയിട്ടുള്ള സ്കെലറ്റൻ പഠിക്കുന്നത്. ഇതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒബ്സർവേഷൻസ് ആണ്, സ്റ്റഡീസ് ചെയ്യുന്നതാണ്. നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്നു, അതിന്റെ ഡെവലപ്മെന്റൽ സ്റ്റേജസ് പഠിക്കുന്നു, എന്നിട്ട് അതിന്റെ ഓരോ സ്റ്റേജസ് എങ്ങനെയാണെന്നുള്ളത് പഠിക്കുന്നു. നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതല്ല, ഫീറ്റൽ ആയിട്ടുള്ള ഹ്യൂമൻ ഫീറ്റസിന്റെ ഓരോ സ്കാൻസ് ഒക്കെ പഠിക്കുന്നില്ലേ. നല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലബോറട്ടറി സിസ്റ്റംസ് ഉള്ള സ്റ്റഡി സെന്റർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫീറ്റസിനെ വരെ കാണാനായിട്ട് പറ്റും. അങ്ങനെ, കാരണം ഫീറ്റസിനൊന്നും അങ്ങനെ കിട്ടത്തില്ല. നല്ല അത്യാവശ്യം നല്ല പൈസ ഇറക്കണം നമ്മൾ ഈ ഇതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ. റാബിറ്റിന്റെ ഫ്രോഗിന്റെ ഒക്കെ ഓൾമോസ്റ്റ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. പക്ഷേ ഇതിന്റെ ഒക്കെ നമ്മുടെ അൾട്രാസൗണ്ട്, ഇതിന്റെ ഡിഫറെന്റ് ഫീറ്റൽ സ്റ്റേജസ് ഒക്കെ കിട്ടണമെങ്കിൽ കുറച്ച് പാടാണ്. അപ്പൊ അതിന്റെ സ്റ്റഡി ഒക്കെ വരുന്നത് ചിലപ്പോൾ ഇത് തന്നെയായിരിക്കും നിങ്ങൾക്ക് ആക്ടിവിറ്റി ആയിട്ടൊക്കെ ചിലപ്പോൾ അവർ തരുന്നുണ്ടാവാം. ഓക്കെ. പിന്നെ അത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്താ പറയാ സുവോളജിയിൽ പരമായിട്ട് നമ്മൾ നോക്കുന്നുണ്ടാവുക. നമ്മൾ ഇനി ബോട്ടണിയിലേക്ക് കടക്കുമ്പോഴത്തേക്കും ബയോഡൈവേഴ്സിറ്റി, മൈക്രോബ്സ് ആൻഡ് ആൽഗെ, ഫംഗെ, ആർക്കനോയിഡ്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ഒരു സെഷനിലേക്ക് കടക്കുമ്പോഴത്തേക്കും ബോട്ടണി അല്ല, നമ്മൾ അടുത്ത ഒരു ബയോളജിക്കൽ ആസ്പെക്റ്റിലേക്ക് കടക്കുമ്പോഴത്തേക്കും മൈക്രോബ്സ്, വൈറസസ്, അതിന്റെ റെപ്ലിക്കേഷൻ, ബാക്ടീരിയ, അതിന്റെ റീപ്രൊഡക്ഷൻസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു സെക്ഷനകത്ത് നോക്കുന്നുണ്ടാവുക. ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഷോർട്ട് മൈക്രോസ്കോപ്പിക് ഓർഗാനിസത്തിനൊക്കെ പഠിക്കുന്നത് നമ്മൾ നേരത്തെ നമ്മളെ പറ്റി പഠിച്ചല്ലോ. ഇനി കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ബ്ലോക്ക് 1 ആയിരിക്കും നമ്മൾ നോക്കുന്നുണ്ടാവുക. പിന്നെ ബ്ലോക്ക് 2 വരുമ്പോഴത്തേക്കും ആൽഗെ, അതിന്റെ ഓർഗനൈസേഷൻ, റീപ്രൊഡക്ഷൻ, ക്ലാസിഫിക്കേഷൻ, മോർഫോളജി, ഇക്കണോമിക് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ബേസിക്സ് ആണ്. കംപ്ലീറ്റ് ബേസിക്സ് ആണ് നമ്മൾ ഇതിനകത്ത് നോക്കുന്നത്. എങ്ങനെയാണ് അതിന്റെ റീപ്രൊഡക്ഷൻ ടെക്നിക്സ്, ലൈഫ് സൈക്കിൾസ് ഒക്കെ എങ്ങനെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ബ്ലോക്ക് 2 നോക്കുന്നുണ്ടാവുക. ബ്ലോക്ക് 3 എന്താണ്, ഫംഗൈസ് ആയിരിക്കും നോക്കുന്നുണ്ടാവുക. സെയിം, അതിന്റെ ട്രൂ ഫംഗൈ ഏതാണ്, ലിച്ചൻസ്, മൈറ്റോ കോൺട്രിയ അല്ലെങ്കിൽ മൈക്കോർഹിസ എന്നൊക്കെ പറയുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫംഗീസ് ഏതൊക്കെയാണ്, മൈറ്റോകോൺട്രിയ പോട്ടെ, മൈക്രോ ഹിസ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ആർക്കനോഗോണൈറ്റ്സിന്റെ അതിന്റെ ഇൻട്രൊഡക്ഷൻ, അതിന്റെ സ്റ്റഡീസ്, ഇക്കോളജിക്കൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് വരുന്നത്. അതാണ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന പേപ്പറിൽ നമ്മൾ നോക്കുന്ന. ബ്ലോക്ക് 5 വരുമ്പോഴത്തേക്കും എഗെയിൻ നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ കാറ്റഗറിയുടെ ഇൻട്രൊഡക്ഷൻ, ടൈപ്പ് സ്റ്റഡീസ്, ഇമ്പോർട്ടൻസ്, ഇവല്യൂഷൻ. ഇത് തന്നെയാണ്, സെയിം സാധനം തന്നെയാണ്. ഇപ്പൊ മൈക്രോബ്സ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഇൻട്രൊഡക്ഷൻ, റീപ്രൊഡക്ഷൻ, ലൈഫ് സൈക്കിൾ, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ആൽഗെ ആണെന്നുണ്ടെങ്കിൽ ഇൻട്രൊഡക്ഷൻ, റീപ്രൊഡക്ഷൻ, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ലൈഫ് സൈക്കിൾസ്, അങ്ങനെ ഓരോന്നിന്റെ മിക്സപ്പ് ആവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ബയോഡൈവേഴ്സിറ്റി വരുമ്പോൾ ശ്രദ്ധിച്ച് പഠിക്കണം, നോട്ട്സ് എഴുതി പഠിക്കണം കേട്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ ജിംനോസ്പേംസിന്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ്, ഇക്കണോമിക് ഇമ്പോർട്ടൻസ്, പൈസ്, പിന്നെ കൈക്കാസ് എന്നൊക്കെ പറയുന്ന ആ ഒരു സംഭവം
സംഭവങ്ങളൊക്കെ നോക്കുന്നത്. പിന്നെ അതിന്റെ എന്താ പറയാ ലബോറട്ടറിക്കൽ ടെക്നിക്സ് എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്, ഓരോ എക്സസൈസ് എന്തൊക്കെയാണ് നോക്കേണ്ടത്, നമ്മുടെ പെൻസിലിയം അങ്ങനെയൊക്കെ പറയുന്ന കുറെ ഇതിന്റെ ഗ്രോത്ത് കാര്യങ്ങളൊക്കെ വരുന്നത്, ലിച്ചൻസ്, അതുപോലെ തന്നെ നമ്മുടെ ഫിനേരിയ എന്നൊക്കെ പറയുന്ന അതിന്റെ ഒബ്സർവേഷൻസ്, ബേസിക് ആയിട്ടുള്ള ഒബ്സർവേഷൻസ് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്തും നമ്മൾ നോക്കുന്നുണ്ടാവുക. പിന്നെ നമ്മൾ മൂവിങ് ഓൺ ടു ദ ബോട്ടണി പേപ്പർ. ഇപ്പൊ ഇത്രയും നേരം നമ്മൾ സുവോളജി പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്തു. ബോട്ടണി പേപ്പറിലേക്ക് വരുമ്പോഴത്തേക്കും ഇക്കോളജി ആൻഡ് ഇക്കണോമിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് പ്ലാന്റ് ഇക്കോളജി, സോയിൽ, വാട്ടർ, ലൈറ്റ്, ടെമ്പറേച്ചർ, അതുപോലെ തന്നെ ഹൈഡ്രോഫൈറ്റ്സും ജെറോഫൈറ്റ്സിനെ പറ്റിയിട്ടൊക്കെ പഠിക്കുന്നത്, അതിന്റെ അഡാപ്റ്റേഷൻസും കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് ബേസിക് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ആണ് ബ്ലോക്ക് 1 എന്ന് പറയുന്നത്. ബ്ലോക്ക് 2 വരുമ്പോഴത്തേക്കും കമ്മ്യൂണിറ്റി ആൻഡ് എക്കോസിസ്റ്റം എന്ന് പറയുന്ന പ്ലാന്റ് കമ്മ്യൂണിറ്റീസ്, അതിന്റെ സക്സഷൻ, എക്കോസിസ്റ്റം സ്ട്രക്ചർ, എക്കോസിസ്റ്റം ഫംഗ്ഷനിങ്, ബയോ ജിയോ കെമിക്കൽ സൈക്ലിംഗ് ആൻഡ് ഫൈറ്റോ ജിയോഗ്രഫി എന്ന് പറയുന്നത്. കുറച്ചും കൂടെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന നമ്മുടെ എന്താ പറയാ എൻവയോൺമെന്റ് റിലേറ്റ് ചെയ്ത് വരുന്ന ബേസിക്സ് ആയിട്ടുള്ള പേപ്പേഴ്സ് ആണ് കമ്മ്യൂണിറ്റി ആൻഡ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. പിന്നെ ബ്ലോക്ക് 3 എന്ന് പറയുമ്പോൾ പ്ലാന്റ് ടാക്സോണമി, ടൂൾസ് ആൻഡ് എവിഡൻസസ്, ഇൻട്രൊഡക്ഷൻ ടു പ്ലാന്റ് ടാക്സോണമി, ഹെർബാറിയ, അല്ലെങ്കിൽ ഹെർബേറിയം സെറ്റംസ് ഒക്കെ ഇല്ലേ നമ്മള് എന്താ പറയാ ബൊട്ടാനിക്കൽ ആയിട്ടുള്ള ഗാർഡൻസ് ഒക്കെ സെറ്റ് ചെയ്യുന്ന അതിനെയൊക്കെ പറ്റിയിട്ട് പഠിക്കുന്ന പ്ലാന്റ് ടാക്സോണമി രീതിയിൽ, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഇക്കണോമിക്കൽ രീതിയിൽ നമ്മൾ അത് നോക്കുമ്പോഴത്തേക്ക് എങ്ങനെയാണെന്നുള്ളത്, അതിന്റെ ടാക്സോണമിക് ഡോക്യുമെന്റേഷൻ, ടാക്സോണമിക് എവിഡൻസസ്, ടാക്സോണമിക് ഹൈറാർക്കി, ഡിഫറെന്റ് ആയിട്ടുള്ള ഹൈറാർക്കിക്കൽ ഓർഡർ എന്തൊക്കെയാണെന്നൊക്കെ നോക്കുന്നുണ്ട്. ബ്ലോക്ക് 4 വരുമ്പോൾ നോമൻക്ലേച്ചർ, നമ്മൾ പേരിടാൻ പഠിക്കുന്നത്, സയന്റിഫിക് പേരൊക്കെ ഇല്ലേ നമുക്ക് റോസിനും അതിനൊക്കെ, ഇപ്പൊ പേരിടാൻ പഠിക്കുന്ന പരിപാടിയാണ്. ബയോമെട്രിക്സ്, ന്യൂമറിക്കൽ, ടാക്സോളജി, ക്ലാസ്റ്റിസിക്സ് എന്നൊക്കെ പറയുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ, നോമൻക്ലേച്ചർ പേരിടാൻ പഠിപ്പിക്കുന്നതാണ്. പിന്നെ അതിന്റെ തന്നെ ലബോറട്ടറി വരുമ്പോഴത്തേക്കും നമ്മൾ ഈ സുവോളജിയിൽ പറഞ്ഞതുപോലെ തന്നെയാണ് നിങ്ങൾ കൂടുതലായിട്ടും എന്താ പറയാ ഡിറ്റർമിനേഷൻസ് ആണ് ഒബ്സർവ് ചെയ്തിട്ട് ഡിറ്റർമിനേഷൻ ചെയ്യുന്നു, ഇൻഫിൽട്രേഷൻ ചെയ്യുന്നു, കുഞ്ഞു കുഞ്ഞു ലാബ് ആക്ടിവിറ്റീസ്. നമ്മൾ ഈ കെമിസ്ട്രിയിലൊക്കെ പറഞ്ഞ പോലെ പേപ്പർ ക്രോമാറ്റോഗ്രഫി ഒക്കെ ചെയ്യുന്നത് പോലെ കുഞ്ഞു കുഞ്ഞു ലാബ് ആക്ടിവിറ്റീസ് ആണ് ഡിഫറെന്റ് ആയിട്ടുള്ളത്. എല്ലാം ചെയ്യിപ്പിക്കുകയോ ചോദിച്ചാൽ ഇല്ല, എല്ലാം ഈ പറഞ്ഞതുപോലെ എവിടെ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അതിനെ പറ്റി മാത്രമേ നിങ്ങൾക്ക് ഇത് തരുന്നുണ്ടാവുള്ളൂ. എക്സസൈസസ് പോലെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഇത്രയാണ് നമ്മുടെ പ്ലാന്റ് പേപ്പേഴ്സ് അല്ലെങ്കിൽ ബോട്ടണി പേപ്പേഴ്സ് നമുക്ക് നോക്കാനുള്ളത്. ഇനി കോമൺ ആയിട്ടുള്ള പേപ്പർ വരുന്നത് എൻവയോൺമെന്റൽ സ്റ്റഡീസ് എന്ന് പറയുന്നതാണ്. അതിൽ ബ്ലോക്ക് 1 എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു എൻവയോൺമെന്റൽ സ്റ്റഡി, നാച്ചുറൽ റിസോഴ്സസ്, എൻവയോൺമെന്റൽ ഇഷ്യൂസ് ആൻഡ് കൺസേൺസ്, പ്രൊട്ടക്ടിങ് അവർ എൻവയോൺമെന്റ്, പോളിസീസ് ആൻഡ് പ്രാക്ടീസസ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ബ്ലോക്കിൽ എന്ന് പറയുമ്പോഴത്തേക്കും എൻവയോൺമെന്റൽ സ്റ്റഡീസിന്റെ എക്കോസിസ്റ്റംസ് എന്താണ്, നമ്മുടെ എൻവയോൺമെന്റ് എന്താണ്, മേജർ എക്കോസിസ്റ്റംസ് എന്താണ്, മൈനർ എക്കോസിസ്റ്റംസ് എന്താണ്, നമ്മൾ എവിടെയാണ് ജീവിക്കുന്നത്, അതായിരിക്കും ബ്ലോക്ക് 1 നോക്കുന്നുണ്ടാവുക. ബ്ലോക്ക് 2 വരുമ്പോഴത്തേക്കും എന്തൊക്കെയാണ് നമ്മുടെ റിസോഴ്സസ്, ലാൻഡ്, വാട്ടർ, ഫോറസ്റ്റ്, അതുപോലെ തന്നെ എനർജി റിസോഴ്സസ് ഏതൊക്കെയാണെന്ന് ബ്ലോക്ക് 2 നമ്മൾ നോക്കുന്നുണ്ടാവും. ബ്ലോക്ക് 3യും 4 ഒക്കെ വരുമ്പോഴത്തേക്കും എൻവയോൺമെന്റൽ ആയിട്ടുള്ള ഇഷ്യൂസ് എന്താണെന്നുള്ളതും അതിനെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളതും ബ്ലോക്ക് 4 നോക്കുന്നുണ്ടാവും. അപ്പൊ മൊത്തത്തിലുള്ള എൻവയോൺമെന്റൽ അണ്ടർസ്റ്റാൻഡിംഗ് ആയിരിക്കും നമ്മൾ ഇതിനകത്ത് നോക്കുന്നുണ്ടാവുക. ഓക്കെ, പിന്നെ വാല്യൂ എഡ്യൂക്കേഷൻ നോക്കുമ്പോഴത്തേക്കും വാല്യൂ ഫ്രെയിംവർക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. കൺസെപ്ഷ്യൽ ഫ്രെയിംവർക്ക്, അതുപോലെ ചേഞ്ചിങ് കൾച്ചർ ആൻഡ് ഹ്യൂമൻ വാല്യൂസ്, തിയററ്റിക്കൽ ഫൗണ്ടേഷൻ, സോഷ്യൽ ഡൈനാമിക്സ്, വാല്യൂ ഡെവലപ്മെന്റ്, സോഷ്യൽ ലിങ്കേജസ് എന്ന് പറയുന്നത്. ഇത് ബേസിക് ആയിട്ട് നോക്കുമ്പോഴത്തേക്കും കൺസെപ്ഷ്യൽ ഫ്രെയിംവർക്ക് എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ സോഷ്യൽ മലൈസസ് എന്തൊക്കെയാണ്, ഇപ്പോഴത്തെ സൊസൈറ്റിയുടെ പ്രോബ്ലം എന്താണ്, എന്തിനാണ് ഇവിടെ വാല്യൂ എഡ്യൂക്കേഷൻ വേണ്ടത്, എന്താണ് നമ്മുടെ കൺസെപ്റ്റ് ഓഫ് മൊറാലിറ്റി, നമ്മൾ പ്രാക്ടീസ് ചെയ്തിരിക്കുന്ന മോറൽ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്, നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയിൽ നമ്മൾ എങ്ങനെ ഫോളോ ചെയ്തിരുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ. അതായത് നമ്മൾ കാരണം മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, കൺസെപ്ഷ്യൽ ആയിട്ടുള്ള ഫ്രെയിംവർക്ക് എന്താണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്താണ് ഇപ്പൊ ചേഞ്ച് വന്നിരിക്കുന്നത്, എന്താണ് ചേഞ്ചിങ് കൾച്ചർ ആൻഡ് ഹ്യൂമൻ വാല്യൂസ്. പോകെ നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ സൊസൈറ്റി കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഒരുപാട് മാറിയിട്ടുണ്ട് അല്ലെ. പണ്ടത്തെ ആറ്റിറ്റ്യൂഡിനെ പോലെയൊന്നും അല്ല, നമ്മളൊരു 90s കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പോലെയല്ല ഇപ്പൊ നമ്മൾ ജീവിക്കുന്നത് അല്ലെ. നമ്മുടെ ആറ്റിറ്റ്യൂഡിന് ചേഞ്ച് വരുന്നുണ്ട്, നമ്മൾ ചിന്തിക്കുന്ന രീതി ചേഞ്ച് വരുന്നുണ്ട്. നമ്മളിപ്പോ കുറച്ചും കൂടി ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കൂ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് വഴിയാണ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഒരു ഡെക്കോറം കീപ്പ് ചെയ്യാൻ അറിയുന്നുണ്ട് അല്ലെ. ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് കീപ്പ് ചെയ്യേണ്ട ഡെക്കോറം നിങ്ങൾക്ക് അറിയുന്നുണ്ട്, ഒരു സൊസൈറ്റിയിൽ ബിഹേവ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നുണ്ട്. ചേഞ്ചിങ് ആയിട്ടുള്ള കൾച്ചറിനെ പറ്റിയിട്ട് പറയുന്നതാണ്. അത് ഇന്ത്യൻ ഫിലോസഫിയിൽ റിലേറ്റ് ചെയ്ത് വരുമ്പോൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. പിന്നെ തിയററ്റിക്കൽ ആയിട്ടുള്ള ഫൗണ്ടേഷൻ, തിയറി ഓഫ് ഗുഡ്നെസ്, കണ്ടക്ട്, അതുപോലെ തന്നെ റീസൺസ് ഓഫ് ഇമോഷൻസ്. അതായത് നല്ലത് എന്ന് പറയുന്നത് ഇങ്ങനെ ജീവിക്കണം എന്ന് നമ്മൾ ഒരു പ്രത്യേകതരം തിയറി ഉണ്ട്, ഇന്ന രീതിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. സൊസൈറ്റി ഓൾറെഡി നമുക്ക് സ്ട്രക്ചർ ചെയ്ത് വെച്ച കുറച്ച് കാര്യങ്ങളുണ്ട്, ആ രീതിയിൽ ജീവിക്കുന്നത്. എങ്ങനെയാണ് നമ്മുടെ ഇമോഷൻസ് അതുമായിട്ട് സെറ്റപ്പ് ചെയ്ത് വരുന്നത്. ഇപ്പൊ ചില കാര്യങ്ങളൊക്കെ നമ്മൾ
ഇഷ്ടമില്ലാതെയും നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. എന്തിന്റെ പേരിൽ? കടമ എന്ന് പറയുന്ന കുറെ കാര്യങ്ങളുടെ പേരിൽ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ അതിൽ വരുന്ന ആറ്റിറ്റ്യൂഡിനൽ ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. പിന്നെ സോഷ്യൽ ഡൈനാമിക്സ് ആൻഡ് വാല്യൂ ഡെവലപ്മെന്റ്, അതായത് സോഷ്യലൈസേഷൻ കൂടുമ്പോഴത്തേനും ഇപ്പം ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നമ്മൾ കൊറോണ കാരണം നമ്മൾ വീട്ടിൽ അടച്ചുകൂട്ടിയിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതലുള്ള സ്റ്റുഡൻസിനായാലും മനുഷ്യർക്കായാലും ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന ഒരു പ്രോബ്ലം ആണ് സോഷ്യലൈസേഷൻ ചെയ്യാന്നുള്ളത്. മറ്റുള്ളവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ നമ്മൾ മറന്നു. കാരണം നമ്മൾ ആകെ കൂടെ നമ്മുടെ വീട്ടുകാരെയും മൊബൈലും മാത്രമേ കാണുന്നുള്ളൂ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് മാത്രമേ കാണുന്നുള്ളൂ. അപ്പൊ ഇങ്ങനെയാണ് അത് നമ്മുടെ ഓവറോൾ സിസ്റ്റത്തിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇതാക്കിയത്. കോൺഫ്ലിക്ട്സ് എങ്ങനെയാണ് അത് നമ്മൾ എങ്ങനെയാണ് റിസോൾവ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് സോഷ്യൽ ഡൈനാമിക്സിൽ. ഇനി സോഷ്യൽ ലിങ്കേജസ്, അതായത് നമ്മൾ നമ്മുടെ നൈബർഹുഡ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, സ്കൂൾസ്, പിയർ, അവിടെ നിന്നൊക്കെ കിട്ടുന്ന കുറച്ച് കാര്യങ്ങൾ, റോൾ ഓഫ് പാരന്റ്സിന്റെ റോൾ എങ്ങനെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ നോക്കുന്നുണ്ടാവും. ഇനി അത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഓവറോൾ ആയിട്ട് പേപ്പറിൽ നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ളത്. ഇത്രയാണ് നമ്മൾ സിലബസിൽ നിങ്ങൾ ഓരോ ടോപ്പിക്സ് എന്തൊക്കെയാണ് നോക്കുന്നതെന്നുള്ളത്. ഇനി നിങ്ങൾക്ക് ഈ സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് 8 പേപ്പറോ 10 പേപ്പറോ 6 പേപ്പറോ എത്ര പേപ്പർ വേണമെങ്കിലും ആയിക്കോട്ടെ, എത്ര നമ്പർ ഓഫ് പേപ്പേഴ്സ് ഉണ്ടോ അത്ര നമ്പർ ഓഫ് അസൈൻമെന്റ്സ് ആണ് നിങ്ങൾക്കുള്ളത്. ഓരോ പേപ്പറിനും ഓരോ അസൈൻമെന്റ് ആണുള്ളത്. അതത് സമയത്തിന് മുമ്പ് നിങ്ങളുടെ അതത് സ്റ്റഡി സെന്ററിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. നിങ്ങളുടെ ഇപ്പൊ പറഞ്ഞു വെച്ചിരിക്കുന്ന അനുസരിച്ച് നിങ്ങളുടെ ഇയർ വൈസ് കോഴ്സ് ആണ്. അപ്പൊ ജൂണിലാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ്, അതായത് എവിടെ നിന്നാണ് അഡ്മിഷൻ എടുക്കുന്നത് അവിടുന്ന് ഒരു വർഷം കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നുണ്ടാവുക, എക്സാം എഴുതുന്നുണ്ടാവുക. ഒരു എക്സാം നിങ്ങൾക്ക് എഴുതണം എന്നുണ്ടെങ്കിൽ അതിന്റെ അസൈൻമെന്റ് നിർബന്ധമായിട്ടും നിങ്ങൾ സബ്മിറ്റ് ചെയ്തിരിക്കണം. അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തതിന് ശേഷം എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ആ പേപ്പറിന്റെ എക്സാം എഴുതാനായിട്ട് പറ്റും, അൺലെസ് ആൻഡ് അൺടിൽ നിങ്ങൾക്ക് അസൈൻമെന്റിന് ഫുൾ ഒരു മാർക്ക് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇനി ജൂണിലാണ് നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ മാർച്ച് ഏപ്രിൽ ടൈമിലായിരിക്കും നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടി വരിക. ഡിസംബറിലാണ് നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ സെപ്റ്റംബർ ഒക്ടോബർ ടൈമിലായിരിക്കും അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടി വരിക. അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനായിട്ട് നിങ്ങളുടെ സ്റ്റഡി സെന്ററിൽ പോകുന്ന സമയത്ത് നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹാൻഡ് റിട്ടൺ കോപ്പി ആയിരിക്കണം. അത് ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. എഴുതി തന്നെ വെക്കണം. നിങ്ങൾക്ക് ടൈപ്പ് ചെയ്തിട്ടൊന്നും വെക്കാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ അസൈൻമെന്റ് വെക്കാനായിട്ട് അതിൻ്റെതായിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്. ന്യൂ ലേണേഴ്സിന് എന്തായാലും നിങ്ങളുടെ അതത് മെന്റേഴ്സ് അല്ലെങ്കിൽ LSCs ആഫ്റ്റർവേർഡ്സ് നിങ്ങൾക്ക് അതിനൊരു എക്സ്പ്ലനേഷൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഇനി ഇതിന് പുറമെ നിങ്ങൾക്ക് ഒരു 35 to 40% മാർക്കിന് എബവ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ അസൈൻമെന്റ് ജയിച്ചു എന്ന് പറയാൻ പറ്റുക. 35%, 40% ആണ് ഒരു മിനിമം മാർക്ക്. മേക്ക് ഇറ്റ് ആസ് 41% സോ ദാറ്റ് യു ആർ സേഫ്. ഓക്കെ, അസൈൻമെന്റിനൊക്കെ അതിൽ കൂടുതലൊക്കെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും എങ്കിലും പറയാണ്. ഇൻ കേസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള അസൈൻമെന്റ്സ് ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് അത് റീസബ്മിറ്റ് ചെയ്യുക നിങ്ങൾക്ക് മാർക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ. പിന്നെ അതുപോലെ തന്നെ അസൈൻമെന്റ് നിങ്ങളുടെ അതത് സ്റ്റഡി സെന്ററിൽ കൊണ്ടുപോയിട്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു അക്നോളജ്മെന്റ് സ്ലിപ്പ് കിട്ടും, അതെടുത്ത് കയ്യിൽ വെക്കുക. അതുപോലെ തന്നെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ അതത് അക്കാഡമിക് കൗൺസിലേഴ്സ് ചിലപ്പോൾ നിങ്ങൾക്ക് സ്റ്റഡി സെന്റേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് ആ അസൈൻമെന്റ് തിരിച്ചു തരുന്നതായിരിക്കും. ചിലപ്പോൾ തിരിച്ചു തരത്തില്ല. മാർക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ ഗ്രേഡ് കാർഡിൽ അസൈൻമെന്റിന്റെ സ്റ്റാറ്റസ് നോക്കിയാൽ അറിയാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ഇനി ടേം ആൻഡ് എക്സാമിനേഷൻ. ചിലപ്പോൾ അസൈൻമെന്റ് സ്റ്റാറ്റസ് നോക്കുന്ന സമയത്ത് അവിടെ കൃത്യമായിട്ട് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അസൈൻമെന്റ് ഇതുവരെ ചെക്ക് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അർത്ഥം. അപ്പൊ അതുകൊണ്ട് പേടിക്കേണ്ട. നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ മാർക്ക് വന്നോളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി ടെർമിനൽ എൻഡ് എക്സാമിനേഷൻ. വർഷത്തിൽ 2 തവണയാണ് നമുക്ക് എക്സാംസ് നടക്കുന്നത്. ഒന്ന് ജൂൺ സൈക്കിളും ഒന്ന് ഡിസംബർ സൈക്കിളും. കംപ്ലീറ്റ് നിങ്ങളുടെ കോഴ്സ് വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എപ്പോൾ വേണമെങ്കിലും അതത് സെമ്മിന്റെ എക്സാം, അതത് ഇയറിന്റെ എക്സാം നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. അതായത് 1 ഇയർ പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ ഒരു വർഷം കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് ആ പേപ്പേഴ്സ് ജൂണിൽ എഴുതാൻ പറ്റുക. കുറച്ച് പേപ്പേഴ്സ് ജൂണിൽ എഴുതി പിന്നെ വേണമെങ്കിൽ ഡിസംബറിൽ എഴുതാം. നോട്ട് ദിസ് ഡിസംബർ, ദി നെക്സ്റ്റ് ഡിസംബർ. ഓക്കെ, അങ്ങനെയായിരിക്കും അതിന്റെ ഒരു സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ വരുന്നത്. പ്രാക്ടിക്കൽ എക്സാമിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ടേമിന്റെ എക്സാമിനേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. മിനിമം 35 to 40% മാർക്ക് വേണം. ഐ എം ടെല്ലിംഗ് യു ഗോ ഫോർ 41%. സോ ദാറ്റ് ഇസ് എ സേഫ് ലാൻഡിംഗ്. 41% ആണെങ്കിൽ സേഫ് ആയിരിക്കും. ഒറ്റ തവണ നിങ്ങൾക്ക് എക്സാം എഴുതി ജസ്റ്റ് പാസ് ആയി ഒരു പേപ്പർ എന്ന് വെച്ചാൽ പിന്നെ ഇംപ്രൂവ്മെന്റ് ഓപ്ഷൻസ് ഒന്നുമില്ല. ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനിയിപ്പോ വരുമോ എന്നുള്ളത് അറിയില്ല. ഇംപ്രൂവ്മെന്റ് ഓപ്ഷൻസ് ഒന്നുമില്ല. എത്രയാണോ മാർക്ക് വരുന്നത് ആ മാർക്ക് തന്നെയായിരിക്കും നമ്മുടെ ഈ പേപ്പറിനകത്ത് വരുന്നുണ്ടാവുക. ഇൻ കേസ് ആ പേപ്പർ എഴുതിയിട്ട് കിട്ടിയില്ല, സാരില്ല, കുഴപ്പമില്ല. ഈ ജൂണിൽ കിട്ടിയില്ലെങ്കിൽ ഡിസംബറിൽ എഴുതിയെടുത്താൽ മതി. സപ്ലി അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല അവിടെ. ഓക്കെ, എപ്പൊ കിട്ടുന്നില്ല അപ്പൊ നിങ്ങൾ എഴുതിയെടുത്താൽ മതി. അങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ. സോ ഫൈനൽ റിസൾട്ട് വരുന്നത് 30% ഓഫ് അസൈൻമെന്റും 70% ഓഫ് ദ ടെർമിനൽ എൻഡ് എക്സാമിനേഷനും. അതായത് അസൈൻമെന്റിന്റെ മാർക്ക് 100ലേക്ക് കൺവേർട്ട് ചെയ്ത് അതിൽ നിന്ന് 30% മാർക്ക് എടുക്കും. ടെർമിനൽ എൻഡ് എക്സാമിനേഷൻ 100 മാർക്സിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അതിന്റെ 70% മാർക്ക് കൺവേർട്ട് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ ഓവറോൾ ഗ്രേഡ് കാർഡ് റിലീസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ആ ഒരു രീതിയിലാണ് ഇതിന്റെ ഓവറോൾ സ്ട്രക്ചറിങ്ങും കാര്യങ്ങളും വരുന്നത്.
മാപ്പിങ്ങിനെ കുറിച്ചിട്ടാണ്. അപ്പൊ നിങ്ങൾ സ്റ്റഡി എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ് പഠിക്കാനുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ മാം നിങ്ങൾക്ക് പറഞ്ഞു നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ മെയിൻ ആയിട്ടുള്ള റിസോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ റെക്കോർഡഡ് ലെക്ചേഴ്സ് ആണ്. നമുക്ക് നമ്മുടെ ലേൺ വൈസിന്റെ ആപ്പിനകത്ത് റെക്കോർഡ് ലെക്ചേഴ്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഹെൽപ്പ് ബുക്കും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഹെൽപ്പ് ബുക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വാല്യൂ ആഡഡ് നോട്ട്സ് ആണ്. അത് ഓരോന്നും എന്താണ് നമുക്ക് ഇനി ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ഇനി പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ ഗോ ത്രൂ ചെയ്യുന്ന സമയത്ത് ഇതൊന്ന് റെക്കോർഡ് ലെക്ചേഴ്സ് പഠിച്ചതിന് ശേഷം നമ്മുടെ ഇഗ്നോ SLM, നമ്മുടെ സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ ആയിട്ടുള്ള ഇഗ്നോ SLM-ന് ഒന്നുകൂടെ നിങ്ങൾ ഗോ ത്രൂ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ കൺസെപ്റ്റ് ഒക്കെ ക്ലിയർ ആക്കാൻ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ എക്സാംപീഡിയ പാറ്റേൺ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നമ്മൾ ആപ്പിനകത്ത് അവൈലബിൾ ആണ്. അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ അത് സോൾവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഹിന്റുകളും ആൻസർ രൂപത്തിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. അപ്പൊ ഇതും കൂടെ നിങ്ങളൊന്ന് ഓക്കെ ആക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇതൊന്ന് റെഫർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓരോ കൺസെപ്റ്റും ക്ലിയർ ആക്കി പോകാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമ്മുടെ ഒരു ഫാസ്റ്റ് ട്രാക്ക് പാത്താണ് നിങ്ങൾ നോക്കുന്നത് എങ്കിൽ ഇപ്പൊ എല്ലാ സമയത്തും നമുക്ക് ഒരേപോലെ പഠിക്കാൻ പറ്റിയെന്ന് വരില്ല. ചില വീക്കിൽ നമ്മൾ ഭയങ്കര ബിസി ആയിരിക്കും അല്ലെ. അപ്പൊ ആ സമയങ്ങളിൽ നന്നായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയില്ല എങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ റെക്കോർഡഡ് ലെക്ചേഴ്സ് ഒരു 1.25 സ്പീഡിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, അതൊന്ന് വാച്ച് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഹെൽപ്പ് ബുക്ക്, നിങ്ങളുടെ സമ്മറി ഫോർമാറ്റിലുള്ള ഹെൽപ്പ് ബുക്കും കൂടെ ഒന്ന് വായിച്ച് നോക്കുകയാണെങ്കിൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് ക്ലിയർ ചെയ്തിട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പൊ ബിസി ഷെഡ്യൂൾ ഒക്കെ ആണെങ്കിൽ ഈ രൂപത്തിൽ നിങ്ങളെ പഠനം ഒന്ന് പ്ലാൻ ചെയ്യാനായിട്ട് നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇനി എക്സാം അടുക്കുന്ന സമയങ്ങൾ ഒരു നിയർ ടൈമിലാണ് നിങ്ങൾ നോക്കുന്നത് എങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ എക്സാംപീഡിയ, അതേപോലെ തന്നെ നമ്മുടെ PYQUA എന്ന് പറയുന്നതാണ്. എക്സാംപീഡിയ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു, നിങ്ങൾക്ക് ആപ്പിനകത്ത് അവൈലബിൾ ആണ്. ഓരോ ലെസൺ വൈസ് നിങ്ങൾക്ക് എക്സാംപീഡിയ കാണാനായിട്ട് സാധിക്കും. അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രീവിയസ്ലി ചോദിച്ചിട്ടതും അതുപോലെ തന്നെ ഓരോ ലെസൺ വൈസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇനി PYQA എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരു 4 സൈക്കിളിലുള്ള ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തുകൊണ്ട് തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ് നമ്മുടെ PYQUA എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അനലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, എത്ര തവണ റിപ്പീറ്റഡ്ലി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, എത്ര മാർക്സിനൊക്കെയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മുടെ ആ ഒരു ഫോൾഡറിനകത്ത് അവൈലബിൾ ആണ്. അപ്പൊ അതും നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. അത് നിങ്ങൾ വെറുതെ വായിക്കല്ല, ജസ്റ്റ് ഒന്ന് എഴുതി പരിശീലിക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. എങ്കിലും നിങ്ങൾക്ക് നന്നായിട്ട് മെയിൻ എക്സാമിന് അത് നന്നായിട്ട് എഴുതിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയതിന് ശേഷം എഴുതിയെടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ ഹെൽപ്പ് ബുക്കുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. എല്ലാ കാര്യങ്ങളും അതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ എഴുതിയിട്ടുള്ള ആൻസറിനകത്ത് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പൊ ഈ രൂപത്തിലൊക്കെ നിങ്ങൾ പഠനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക. ഇനി നല്ല ഒരു കൺസെപ്റ്റ് ഒക്കെ ക്ലിയർ ചെയ്ത് പോകണമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് നമ്മുടെ ഡയഗ്രാംസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഹെൽപ്പ് ബുക്ക് ഒക്കെ ഒന്ന് റെഫർ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ റെക്കോർഡഡ് ലെക്ചേഴ്സ് ഒന്ന് സ്ലോലി ആണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ കൺസെപ്റ്റ് നന്നായിട്ട് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ എക്സാംപീഡിയയും കൂടെ ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഫ്രെയിം ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ഇനി പറയുന്നത് നമ്മുടെ കോഴ്സ് സ്റ്റഡി സ്റ്റാക്ക് എന്താണെന്നുള്ളതാണ്. നമ്മുടെ മെയിൻ ആയിട്ടുള്ള ടൂൾ എന്ന് പറയുന്നത് നമ്മുടെ റെക്കോർഡ് ലെക്ചേഴ്സ് തന്നെയാണ്. അപ്പൊ റെക്കോർഡ് ലെക്ചേഴ്സിനാണ് ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ ഈ ഒരു റെക്കോർഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് പഠനം സ്റ്റാർട്ട് ചെയ്യാനും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾ റിവൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ റെക്കോർഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നോർമൽ സ്പീഡിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് 1.25 സ്പീഡിലാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രത്യേകം ഒരു നന്നായിട്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് അത് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന രൂപത്തിൽ തന്നെ പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സും കാര്യങ്ങളും കീവേഡ്സ് ഒക്കെ വരുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതൊന്ന് റൈറ്റ് ഡൗൺ ചെയ്തിട്ട് പോകാനും സാധിക്കും. അതേപോലെ തന്നെ നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് പോകാനായിട്ട് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സിലും അതുപോലെ തന്നെ ലൈവ് സെഷൻസിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് പോകാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മെന്ററോട് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ LSCയോട് നിങ്ങൾക്ക് ഇത് ക്ലിയർ ചെയ്ത് പോകാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പൊ ഈ രൂപത്തിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നന്നായിട്ട് പഠനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് നമ്മുടെ ഹെൽപ്പ് ബുക്ക് ആണ്. ഹെൽപ്പ് ബുക്കിന് നമ്മൾ വാല്യൂ ആഡഡ് നോട്ട്സ് എന്നും പറയാറുണ്ട്. ദാറ്റ് മീൻസ് അതൊരു സമ്മറി ഫോർമാറ്റ് ആണ് ശരിക്കും തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് പഠിക്കാൻ പറ്റുക, നന്നായിട്ട് എക്സ്പ്ലനേഷൻ ഉണ്ട്, എന്നാൽ പിന്നെ ഒരു ഇൻ ഡീറ്റെയിൽഡ് അല്ല, ഒരു സമ്മറി ഫോർമാറ്റിലായിരിക്കും. ഷോർട്ട് എക്സാമ്പിൾസും അതുപോലെ തന്നെ കീ ടേംസ് ഒക്കെ വെച്ചിട്ടായിരിക്കും ഓരോ യൂണിറ്റിന് ഒരു ഓവർവ്യൂ ആയിട്ടായിരിക്കും എന്ത് തന്നിട്ടുണ്ടാവുക, നമ്മുടെ ഹെൽപ്പ് ബുക്ക് തന്നിട്ടുണ്ടാവുക. അത് ഓരോ ലെസൺ വൈസും നിങ്ങൾക്ക് അത് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇത് നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പഠിക്കാനൊക്കെ ആയിട്ട് ഇത് യൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ എക്സാമിന് എഴുതുന്ന സമയത്ത് ഇതിനേക്കാൾ ഒന്നും കൂടെ ഒന്ന് എലാബറേറ്റ് ചെയ്ത് എഴുതാനായിട്ടൊന്ന് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുകയും കൂടെ ചെയ്യണം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ എക്സാംപീഡിയ
ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു മെത്തേഡ് ആണ് അല്ലെ നമ്മുടെ എക്സാം പീഡിയ. നമ്മൾ എക്സാം സ്പെഷ്യൽ ഗൈഡ് ESG എന്നുള്ള രൂപത്തിൽ നിങ്ങൾക്ക് ആപ്പിനകത്ത് ഇത് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇതെന്ന് പറയുന്നത് ഓരോ ലെസൺ വൈസും ESG നിങ്ങൾക്ക് ഓരോ ഫോൾഡർ ആയിട്ട് തന്നിട്ടുണ്ടാവും. അതാത് ലെസണുകളിൽ നിന്നിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതിനകത്ത് തന്നിട്ടുണ്ടായിരിക്കുക. അതേപോലെ തന്നെ അത് ആൻസർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഹിന്റുകളും നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പൊ ഇതൊക്കെ വെച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, മാക്സിമം ആൻസർ എഴുതി ശീലിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൊരു മിറർ എഫക്റ്റിൽ നിങ്ങൾക്ക് എക്സാമിന് അത് നേരിടാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ പഠനം ഈ രീതിയിലൊക്കെ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് മുന്നോട്ട് പോകാനായിട്ട് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ നിങ്ങൾക്ക് നമ്മൾ ആപ്പിനകത്ത് അസൈൻമെന്റ് ആൻസർ ഗൈഡ് ബുക്ക് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പൊ പക്ക ഇതൊരു കോപ്പി അടിക്കാത്ത രൂപത്തിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതൊരു ഗൈഡ് ബുക്കാക്കി കണ്ടുകൊണ്ട് തന്നെ അത് റെഫർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് അസൈൻമെന്റ്സിന് ആൻസർ എഴുതാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് അറിയാം ക്വസ്റ്റ്യൻ പേപ്പർ എപ്പോഴും നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആയ ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ആൻസർ കീസ് പ്രിപ്പയർ ചെയ്ത് ലേൺവൈസിന്റെ ആപ്പിനകത്ത് അപ്ലോഡ് ചെയ്ത് തരാറുണ്ട്. അപ്പൊ അത് അപ്ലോഡ് ചെയ്ത് തരാറുള്ളത് അസൈൻമെന്റ് ഗൈഡ് ബുക്ക് എന്നുള്ള രൂപത്തിലാണ്. അപ്പൊ ഇത് റെഫർ ചെയ്തുകൊണ്ട് നിങ്ങൾ അസൈൻമെന്റ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. നെക്സ്റ്റ് നമുക്കുള്ളത് PYQUA പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു 5 ഇയേഴ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ അനലൈസ് ചെയ്തിട്ട് ഇൻഡെപ്ത് അനാലിസിസിനെ കണ്ടക്ട് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഡോക്യുമെന്റ് ആണ് നമ്മുടെ PYQUA എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്, എത്ര തവണ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ എത്ര മാർക്സിനൊക്കെയാണ് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, ആവറേജ് മാർക്സ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഏതൊക്കെ ബ്ലോക്കിൽ നിന്നാണ് കൂടുതൽ വരുന്നത്, ഏത് യൂണിറ്റിൽ നിന്നാണ് വരുന്നത്, ഏത് ടോപ്പിക് ആണ് വരുന്നത് തുടങ്ങിയിട്ട് ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അനാലിസിസ് തന്നെയാണ് നമുക്ക് PYQUA എന്ന് പറയുന്ന ഒരു ഫോൾഡറിനകത്ത് നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നുണ്ടാവുക. അപ്പൊ ഇതൊക്കെ നന്നായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾ പഠനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കണം നിങ്ങൾക്ക്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ തന്നെ ഒന്ന് പ്ലാൻ ചെയ്തേക്കാം. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് നമ്മുടെ ടൂൾസ് ആയിട്ടുള്ള മെന്റർ ആൻഡ് കെയർ എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ വിത്ത് മെന്റ് സ്റ്റുഡൻസിനായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നുണ്ടാവുക, നമ്മുടെ ലൈവ് സെഷൻസ് അവൈലബിൾ ആവുന്നുണ്ടാവുക. അപ്പൊ ലൈവ് സെഷൻസ് മാത്രമല്ല അവർക്ക് എന്തും കൂടെ ഇതിന്റെ കൂടെ അവൈലബിൾ ആവുന്നുണ്ടാവും. എക്സാം സ്പെഷ്യൽ ലൈവ് സെഷൻസും നമ്മൾ അവൈലബിൾ ആക്കാറുണ്ട് ഓരോ സീസണിൽ എക്സാം ആവുന്ന സമയത്ത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് നമ്മുടെ പെർഫോമൻസ് ആൻഡ് കെയർസ് ആണ്. അത് മെയിൻ ആയിട്ടും ആദ്യമായിട്ട് തന്നെ നമുക്ക് പറയാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇഗ്നോ മോഡൽ എക്സാംസ് ആണ്. അപ്പൊ എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, എക്സാമിന് തൊട്ട് മുമ്പായിട്ട് മോഡൽ എക്സാംസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. നമുക്കറിയാലോ എത്ര നമ്മൾ പഠിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആദ്യത്തെ എക്സാമിന് പോകുന്ന സമയത്ത് ഒരു ഭയങ്കര ടെൻഷൻ ആയിരിക്കും നമുക്ക്, എങ്ങനെ നമ്മൾ എക്സാം എഴുതും, പഠിച്ച കാര്യങ്ങളൊക്കെ എനിക്ക് എഴുതാൻ പറ്റുമോ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ നോർമലി നമുക്ക് എല്ലാവർക്കും വരാറുണ്ട്. പക്ഷെ ആദ്യത്തെ ഒരു എക്സാം കഴിയുന്നതോട് കൂടി നമുക്ക് നമ്മൾ ടെൻഷൻ ഫ്രീ ആവും, നമുക്ക് ഈസി ആയിട്ട് പിന്നെ നെക്സ്റ്റ് എക്സാമിന് പോകാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള നമ്മുടെ ഇഗ്നോ മോഡൽ എക്സാംസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എക്സാമിന് മെയിൻ എക്സാമിന് പോകുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ലേൺവൈസിന്റെ മോഡൽ എക്സാം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ടെൻഷൻ ഫ്രീ ആയിക്കൊണ്ട് നിങ്ങൾക്ക് മെയിൻ എക്സാമിലോട്ട് നീങ്ങാനായിട്ട് സാധിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഒരു ഇഗ്നോ മോഡൽ എക്സാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതും തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ TEE ഹെൽപ്പ് ഡെസ്ക്, നമുക്ക് ഗവൺമെന്റ് എക്സാമിനേഷൻസ് വരുന്ന സമയത്ത് മാം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സാം രജിസ്ട്രേഷൻ വിളിക്കും എന്നുള്ളത് അല്ലെ. എക്സാം എഴുതുന്നതിന് മുമ്പായിട്ട് ഒരു മാസം 2 മാസം മുമ്പായിട്ട് എക്സാം രജിസ്ട്രേഷന് വേണ്ടിയിട്ട് വിളിക്കും. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഏതൊക്കെ പേപ്പേഴ്സ് ആണോ നമ്മൾ എക്സാം എഴുതുന്നത് ആ പേപ്പേഴ്സിനൊക്കെ നമ്മൾ എക്സാം രജിസ്ട്രേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ സ്വന്തം ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ലേൺവൈസിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഹെൽപ്പ് ഡെസ്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് നമ്മുടെ ഹെൽപ്പ് ഡെസ്ക് വഴി വേണമെങ്കിൽ എന്ത് ചെയ്യാവുന്നതാണ്, നമ്മുടെ എക്സാം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഹാപ്പിനെസ് അംബാസിഡർ എന്ന് പറയുന്ന സെഷൻ ആണ്. നമുക്ക് എന്തെങ്കിലും സ്ട്രെസ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ മെന്ററോ അല്ലെങ്കിൽ LSO മുഖാന്തരം നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, നമ്മുടെ ഹാപ്പിനെസ് അംബാസിഡർ എന്ന് പറയുന്ന നമ്മുടെ കൗൺസിലിംഗ് സെഷൻസിൽ നിങ്ങൾക്ക് സ്ലോട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്യാവുന്നതുമാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു ഫെസിലിറ്റിയും കൂടെ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കും. അതേപോലെ തന്നെ AEP ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം ആണ് EEP എന്ന് പറയുന്നത്. നിങ്ങൾ ഇംഗ്ലീഷ് ഒന്ന് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു കോഴ്സാണ് നമ്മുടെ EEP കോഴ്സ് എന്ന് പറയുന്നത്. ആപ്പിനകത്ത് നിങ്ങൾക്ക് അവൈലബിൾ ആണ്, ആവശ്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, നമ്മൾ ആപ്പിനകത്ത് കയറിയിട്ട് ക്ലാസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് കരിക്കുലർ ഇവന്റ്സ് ആണ്. നമ്മൾ കരിക്കുലർ ഇവന്റ്സും അതേപോലെ തന്നെ കോ കരിക്കുലർ ഇവന്റ്സും മുന്നോട്ട് കൊണ്ടുപോകാറുണ്ട്, നമ്മളത് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ അപ്സ്കില്ലിംഗ് അതുപോലെ തന്നെ കരിയർ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ്സ് ഒക്കെ നമ്മുടെ ഭാഗത്ത് നിങ്ങൾക്കായിട്ട് ചെയ്തു തരാറുണ്ട്. അപ്പൊ എല്ലാ കാര്യങ്ങളും മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നിങ്ങളും കൂടെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മുടെ അക്കാദമിക് ടൈം ടേബിൾ റോൾ ഔട്ട് ആണ് ഇനിയുള്ള സെഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ പഠിക്കാനുള്ള ടൈം ടേബിൾ അല്ലെങ്കിൽ ഏത് രൂപത്തിലാണ് അത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അക്കാദമിക് ടൈം ടേബിൾ റോൾ ഔട്ട് ചെയ്യാനായിട്ട് ഞാൻ നിങ്ങളുടെ മാധവി
മാമിനെ തന്നെ വിളിക്കുകയാണ്. ഇതാണ് നിങ്ങളുടെ BSc മൾട്ടി ഡിസിപ്ലിനറിയുടെ ഫസ്റ്റ് ഇയറിന്റെ ഒരു ടൈം ടേബിൾ. ഇപ്പൊ ഇതിനകത്ത് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കോമൺ കോഴ്സ് മാത്രമാണ് കാണാൻ പറ്റുന്നുണ്ടാവുക. എൻവയോൺമെന്റൽ സ്റ്റഡീസും വാല്യൂ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതും. എനിക്കറിയാം നിങ്ങൾക്ക് ഇതെല്ലാം കൂടുതൽ അത്യാവശ്യം നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം സബ്ജക്ട്സ് ആണ് ആവശ്യം എന്നറിയാം. അത് സെപ്പറേറ്റ് ആയിട്ടുള്ള ടൈം ടേബിൾ നിങ്ങൾക്ക് അതിന്റെ റെക്കോർഡഡ് വീഡിയോസും കാര്യങ്ങളൊക്കെ സെറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ഈ കോമൺ ടൈം ടേബിൾ എന്തുകൊണ്ട് റിലീസ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ബാക്കി കോമൺ ആയിട്ട് നിങ്ങളുടെ ഈ ലേൺ വൈസിൽ തന്നെ ഈ എൻവയോൺമെന്റൽ സ്റ്റഡീസും അതുപോലെ തന്നെ ഈ വാല്യൂ എഡ്യൂക്കേഷനും പഠിക്കുന്ന ലേണേഴ്സ് ഉണ്ടാവുമല്ലോ. അപ്പൊ അവരുടെ കൂടെ എപ്പോഴായിരിക്കും നിങ്ങൾക്ക് ലൈവ് സെഷൻസ് വരെ, ഇതൊക്കെ കോമൺ സെഷൻസ് ആണ് നമ്മളിവിടെ കണ്ടക്ട് ചെയ്യുന്നത്. അവർക്ക് എപ്പോഴായിരിക്കും ലൈവ് റിവിഷൻസ് വരിക എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ. ഇനി ഇതുപോലെ തന്നെയായിരിക്കും നിങ്ങളുടെ മറ്റേ അക്കാഡമിക് ടൈം ടേബിൾ എന്ന് പറയുന്നത്, സബ്ജക്ട് സ്പെസിഫിക് ആയിട്ടുള്ള അക്കാഡമിക് ടൈം ടേബിൾ എന്ന് പറയുന്നത്. ഇതനുസരിച്ചിട്ട് ഇതിൽ 1st സെപ്റ്റംബറിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഒരു ദിവസം 2 വീഡിയോസ് വെച്ച് കാണുന്ന രീതിയിലാണ് നമ്മൾ ടൈം ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒന്ന് രാവിലെയും ഒന്ന് വൈകിട്ടും. നിങ്ങൾ രാവിലെയും വൈകിട്ടും 2 വീഡിയോസ് കാണണം. അങ്ങനെ സ്ട്രക്ചർ ചെയ്ത് വെച്ചിരിക്കണം. റെക്കോർഡഡ് വീഡിയോസ് ആണ് കാണേണ്ടത് കേട്ടോ. അങ്ങനെയൊന്നും അല്ല ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒരു ദിവസം 2 വീഡിയോസ് വെച്ച് കാണുന്ന രീതിയിൽ നിങ്ങൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ബ്ലോക്ക് 1 കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എൻവയോൺമെന്റൽ സ്റ്റഡീസിന്റെ. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ലൈവ് സെഷൻ ഉണ്ടാവും. നിങ്ങൾ ഈ ടൈം ടേബിൾ ഫോളോ ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ല. യു ക്യാൻ ഫോളോ ദിസ് ടൈം ടേബിൾ. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം പേസിൽ തന്നെ നിങ്ങൾക്ക് പഠിച്ചു പോകാം. പക്ഷെ ഈ ഒരു ടൈമിൽ നമ്മളിവിടെ ഗ്രീൻ കളറിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു പെർട്ടിക്കുലർ ടൈമിൽ തന്നെ നിങ്ങൾക്ക് ആദ്യത്തെ ടോപ്പിക്കിന്റെ റിവിഷൻ സെഷൻസ് ഉണ്ടാവും. കോമൺ റിവിഷൻ സെഷൻസ് ഉണ്ടാവും. അപ്പൊ കോമൺ ലൈവ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ആണ് ഉണ്ടാകുന്നത്. മുബീന മാം നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്തപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതുപോലത്തെ സെഷൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടാവുക. അപ്പൊ ആ ബ്ലോക്ക് 1 എന്താണെന്ന് അറിയാതെ നിങ്ങൾ ലൈവിൽ കയറിയിട്ട് കാര്യമില്ലല്ലോ. കാരണം അതിനെ പറ്റിയിട്ടുള്ള ഒരു ഓവറോൾ അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം പേസിൽ പഠിച്ചിട്ട് ഈ ഒരു ടൈം ടേബിൾ ആവുന്ന സമയത്ത് ജസ്റ്റ് എന്താണെന്നുള്ളത് HB എങ്കിലും നോക്കിയിട്ട് ഈ ഒരു ലൈവിന് അറ്റൻഡ് ചെയ്യാനായിട്ട് നോക്കാം. എന്നുണ്ടെങ്കിൽ ഈ ടൈം ടേബിൾ പോലെ തന്നെ കണ്ടിന്യൂ ചെയ്തു പോവുക. ഇൻ മീൻ വൈൽ പാരലലി നിങ്ങളുടെയും കൂടെ നോക്കുക. അപ്പൊ ഇതാണ് ആ ടൈം ടേബിൾ. അപ്പൊ ഈ ഒരു സെഷൻ കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആക്ഷൻ ടാസ്കിന്റെ കൂടെ ഞാൻ ഈ ഒരു ടൈം ടേബിളും കൂടെ മെന്റർഷിപ്പ് ബാച്ചുലർ ലേണേഴ്സിന് അയച്ചു തരുന്നതായിരിക്കും. മെന്റർഷിപ്പ് ബാച്ചുലർ ലേണേഴ്സിനാണല്ലോ ലൈവ് ഉള്ളത്, ലൈവ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉള്ളത്. ഞാനാണ് നിങ്ങളുടെ മെന്റർ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോ ഇത്രയുമാണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ നമുക്ക് നമ്മുടെ ആക്ഷൻ ടാസ്ക് എന്താന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ ആക്ഷൻ ടാസ്ക് തുടങ്ങുന്ന സമയത്ത് ആദ്യം എഴുതേണ്ട നിങ്ങളുടെ നെയിം ആണ്. നിങ്ങളുടെ നെയിം നിങ്ങൾ എഴുതി കൊടുക്കുക, എന്താണ് നെയിം എന്നുള്ളത്. അതേപോലെ തന്നെ നിങ്ങൾ എൻറോൾ ചെയ്തിട്ടുള്ള പ്രോഗ്രാം ഏതാണോ അത് ജസ്റ്റ് ഇവിടെ നിന്ന് മെൻഷൻ ചെയ്ത് കൊടുത്തേക്കുക. അതേപോലെ തന്നെ നിങ്ങൾ അസൈൻ ചെയ്തിട്ടുള്ള മെന്റർഷിപ്പിലുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ മെന്റേഴ്സിന്റെ പേര്, അല്ല LSC ആണ് വരുന്നത് എങ്കിൽ നിങ്ങളുടെ LSCയുടെ പേര് ഇവിടെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. ഇനിയാണ് നമ്മുടെ കണ്ടന്റിലോട്ട് നമ്മൾ വരുന്നത്. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് റാങ്ക് ചെയ്യാണ് വേണ്ടത്. ഇപ്പോ മാധവി മാം വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് വളരെ ക്ലിയറോട് കൂടി തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഏതൊക്കെയാണ് നിങ്ങൾക്ക് വരുന്ന സബ്ജക്ട് എന്ന് മാത്രമല്ല മാം അത് ഇൻ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ അതിൻ്റെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് വരുന്നുണ്ട്, അത് ഏതൊക്കെ രീതിയിൽ പഠിക്കണം വിത്ത് എക്സാമ്പിളോട് കൂടി തന്നെ മാം അത് വളരെ ക്ലിയർ ആയിട്ട് തന്നെ നിങ്ങൾക്ക് അത് സ്പെസിഫൈ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും ഡൗട്ടും കാര്യങ്ങളൊന്നും വരാനുള്ള ചാൻസ് ഇല്ല. അപ്പൊ ഓരോ സബ്ജക്റ്റും എന്താണെന്നുള്ളത് ഒരു ക്ലിയർ കട്ട് ഐഡിയ ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ വരുന്ന കോഴ്സുകളെല്ലാം നിങ്ങളൊന്ന് ആദ്യം ഗോ ത്രൂ ചെയ്യാം. എന്നിട്ട് അതിനകത്തുള്ള സബ്ജക്റ്റുകൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് റാങ്ക് ചെയ്യാം. അപ്പൊ ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്ട് ഏതാണോ അല്ലെങ്കിൽ ഏറ്റവും നിങ്ങൾക്ക് നന്നായിട്ട് നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റ് തോന്നിയിട്ടുള്ള സബ്ജക്ട് ഏതാണോ അതിന് നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് റാങ്ക് കൊടുക്കുക. പിന്നെ 2, 3, 4 ഈ രൂപത്തിൽ എന്ത് ചെയ്യുക, ഒന്ന് റാങ്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ എത്ര പേപ്പേഴ്സ് ആണോ നിങ്ങൾക്ക് ഉള്ളത് ആ ടോട്ടൽ പേപ്പേഴ്സിന് ഫസ്റ്റ് ഇയറിലെ കംപ്ലീറ്റ് പേപ്പേഴ്സിനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് റാങ്ക് ചെയ്യുക. അതാണ് നിങ്ങളുടെ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലെ? ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഫസ്റ്റ് ഇയറിന്റെ കംപ്ലീറ്റ് പേപ്പേഴ്സിനെ ഒന്ന് റാങ്ക് ചെയ്യുക. റാങ്ക് ചെയ്യേണ്ടത് നിങ്ങൾ ഇൻട്രസ്റ്റ് എത്രത്തോളം ഇൻട്രസ്റ്റ് ആണോ ഏറ്റവും നല്ല ഇൻട്രസ്റ്റ് ഉള്ളതിന് ഫസ്റ്റ് റാങ്ക് കൊടുക്കുക. അത് കഴിഞ്ഞിട്ടുള്ളത് സെക്കൻഡ് റാങ്ക്, തേർഡ് റാങ്ക് ഈ രൂപത്തിലൊന്ന് മെൻഷൻ ചെയ്ത് കൊടുക്കുക. കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ആ പേപ്പറിന്റെ പേരും അതോടൊപ്പം തന്നെ മാം ഓരോന്നിന്റെയും കോഡും കൂടെ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കോഡും കൂടെ ബ്രാക്കറ്റിൽ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ സൈക്കോളജി ആണെങ്കിൽ എന്നൊക്കെ പറഞ്ഞ പേപ്പേഴ്സിന്റെ ആ സബ്ജക്റ്റിന്റെ കോഡും അതുപോലെ തന്നെ പേപ്പറിന്റെ നെയിമും നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ രൂപത്തിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ സബ്ജക്റ്റിനെ നിങ്ങളൊന്ന് മെൻഷൻ ചെയ്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അപ്പൊ എന്തുകൊണ്ടാണ്, അപ്പൊ ഇതിലൊരു ഒരു സബ്ജക്ട് നിങ്ങൾ ഫേവറേറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ടാവുമല്ലോ, ഫസ്റ്റ് റാങ്ക് കൊടുത്തിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അത് എന്തുകൊണ്ടാണ് നിങ്ങൾ അതിന് ഫസ്റ്റ് റാങ്ക് കൊടുക്കാനുള്ള കാരണം അതും കൂടെ ജസ്റ്റ് എന്ത് ചെയ്യുക, ഇവിടെ ഒന്ന് മെൻഷൻ ചെയ്ത് കൊടുക്കുക. അതിന്റെ റീസൺ ജസ്റ്റ് അവിടെ നിന്ന് കാണിക്കുക. അതേപോലെ തന്നെ നെക്സ്റ്റ് കൊടുക്കുന്നത്
ഇനി ഏറ്റവും ലാസ്റ്റ് റാങ്ക് നിങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു പേപ്പർ ഉണ്ടാവുമല്ലോ, ടോട്ടൽ പേപ്പേഴ്സിൽ ഏറ്റവും ലാസ്റ്റ് റാങ്ക് നിങ്ങൾ കൊടുത്തിട്ടുള്ളത് ഏത് പേപ്പർ, അത് എന്തുകൊണ്ടാണ് ആ ലാസ്റ്റ് റാങ്ക് കൊടുക്കാനുള്ള റീസൺ എന്താന്നുള്ളത് ഇവിടെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് കൊടുത്തേക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ലേണിംഗ് ഇന്റൻഷൻ എന്താണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഒരുപാട് ലേണിംഗ് ഇന്റൻഷൻസ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ആണ് നിങ്ങളുടെ ഈ ലേണിംഗ് ഇന്റൻഷൻ. ഇപ്പൊ നമുക്ക് ഓരോരുത്തർക്കും പഠിക്കുമ്പോൾ ഓരോ ഇന്റൻഷൻ ഉണ്ടാവുമല്ലോ. അപ്പൊ ഇതിൽ ഏതെങ്കിലും ആണ് നിങ്ങളുടെ ഇന്റൻഷൻ ആയിട്ട് വരുന്നത് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ക്ലിക്ക് ചെയ്യാൻ പറ്റും. ഇനി 2ൽ കൂടുതൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിനകത്ത് അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇനി ഈ പറഞ്ഞതൊന്നും അല്ല നിങ്ങളുടെ ഇന്റൻഷൻ, നിങ്ങൾ സെപ്പറേറ്റ് വേറെ എന്തെങ്കിലും ആണെങ്കിൽ അതേഴ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് അത് എന്താണെന്നുള്ളത് ഇവിടെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് കൊടുത്തേക്കാം. ഓക്കെ, ഇതാണ് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് വൺ പറയുന്നത് നിങ്ങളുടെ ഒരു വീക്ക്ലി സ്റ്റഡി സ്ലോട്ട് ഏതാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്ന് മെൻഷൻ ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ചിലര് വീക്ക് ഡേ മോർണിംഗ് ഒരു 30 minutes to 60 minutes ആണ് പഠിക്കുന്നതെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ വീക്കെൻഡിൽ ഈവനിങ്ങും നൈറ്റും ആണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ അങ്ങനെ ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ സാറ്റർഡേസിലാണെങ്കിൽ അങ്ങനെ, സൺഡേസിലാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഡെയിലി സ്ലോട്ട് എടുത്തിട്ടാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ അങ്ങനെ. ഇനി ഇതൊന്നും അല്ല നിങ്ങളെ പഠനത്തിന്റെ ഒരു മെത്തേഡ് എങ്കിൽ ഏതാണ് എന്നുള്ളത് അതേഴ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഒന്ന് മെൻഷൻ ചെയ്ത് നിങ്ങൾ സ്റ്റഡി സ്ലോട്ട് ഏതാന്നുള്ളത് ജസ്റ്റ് അവിടെ നിന്ന് മെൻഷൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ആണ് നിങ്ങൾ ഇവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോ നിങ്ങളിപ്പോ ഈ ഒരു സെഷനിൽ കയറുന്നതിന് മുമ്പ് നിങ്ങൾ കോൺഫിഡൻസ് ലെവൽ എന്തായിരുന്നു, ഇപ്പൊ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ എന്താണ്, നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ. അപ്പോ നിങ്ങൾക്ക് 1 ഇയറിൽ പഠിക്കാനുള്ള കംപ്ലീറ്റ് പേപ്പർ എന്താണെന്നും എങ്ങനെ പഠിക്കണമെന്നും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞത് കൊണ്ട് കാര്യങ്ങളെല്ലാം ഇപ്പൊ മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സെഷൻ കംപ്ലീറ്റ് ആയപ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ഇപ്പൊ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് ഇവിടെ ഒന്ന് മെൻഷൻ ചെയ്യാം. ഇവിടെ 1 എന്ന് ഉദ്ദേശിക്കുന്നത് ലോ ലെവൽ ആണ്. 1, 2, 3, 4, 5 വരെ ഉണ്ട്. 5 ആണ് ഹൈ ലെവലായിട്ട് കോൺഫിഡൻസ് വരുന്നത്. അപ്പൊ ഇത് ഇപ്പൊ നിങ്ങൾ നിൽക്കുന്ന കോൺഫിഡൻസ് ലെവൽ എവിടെയാണെന്നുള്ളത് ജസ്റ്റ് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തേക്കാം. അപ്പൊ ഇത്രയാണ് നമ്മുടെ ആക്ഷൻ ടാസ്ക് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആക്ഷൻ ടാസ്ക് നമ്മൾ കറക്റ്റ് ആയിട്ട് കണ്ടു. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഇനി ഈ പറഞ്ഞത് മാധവി മാം പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, ആക്ഷൻ ടാസ്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ട് അതാത് മെന്റൽസോ LSCസോ നിങ്ങൾക്ക് അത് ഷെയർ ചെയ്ത് തരും. കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ അത് ഫിൽ ചെയ്യുന്നുണ്ട്, സബ്മിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഒന്ന് എൻഷുർ ചെയ്യാം. അതോടൊപ്പം തന്നെ നമുക്ക് ഒന്നും കൂടി ഞാൻ ഓർമ്മപ്പെടുത്താണ്, നമുക്ക് ഇത് 4ാമത്തെ സെഷൻ ആണ്, 4ാമത്തെ ആക്ഷൻ ടാസ്ക് ആണ് നമ്മളിപ്പോ തന്നിട്ടുള്ളത്. ഓൾറെഡി നമുക്ക് 3 സെഷൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ 3 സെഷനിൽ നമുക്ക് ആക്ഷൻ ടാസ്ക് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഇത് എല്ലാവരും ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഇനി ആരെങ്കിലും ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ അതൊന്ന് പെട്ടെന്ന് തന്നെ, എത്രയും പെട്ടെന്ന് തന്നെ അത് കംപ്ലീറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, നെക്സ്റ്റ് ഇനി നമ്മള് ലാസ്റ്റ് നമുക്ക് സെഷൻ ഒരു ക്ലോഷറിലോട്ട് പോവാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്യാം എന്തൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നുള്ളത്. ആദ്യം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ പ്രോഗ്രാം ഡീകോഡിംഗ് ആയിരുന്നു. അത് ഓരോ കോഴ്സും ബ്ലോക്ക് വൈസും യൂണിറ്റ് വൈസും ഇൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഓരോ യൂണിറ്റ് മാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സിനെ കുറിച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഹെൽപ്പ് ബുക്കിനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ എക്സാം പീഡിയ, ഓരോ ലെസൺ വൈസ് തന്നിട്ടുള്ള എക്സാം പീഡിയയെ കുറിച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ അസൈൻമെന്റ് ഗൈഡ് ബുക്കിനെ കുറിച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അറ്റ് ലാസ്റ്റ് നമ്മുടെ PYQ-UA നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അൾട്ടിമേറ്റ് അനാലിസിസ് എന്നുള്ള ഒരു ഡോക്യുമെന്റിനെ കുറിച്ചിട്ട് നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മെയിൻ ആയിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ അക്കാദമിക് ടൈം ടേബിൾ റോൾ ഔട്ട് ആയിരുന്നു. അത് നമ്മൾ മാധ്യമ മാം കറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഏതൊക്കെ സമയത്ത് നമ്മൾ പഠിക്കണം, ഏതൊക്കെ സമയത്ത് നിങ്ങൾക്ക് ലൈവ് ക്ലാസ് വരും, എങ്ങനെ നിങ്ങളത് പഠിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് തന്നെ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അറ്റ് ലാസ്റ്റ് നമ്മൾ ഒരു ആക്ഷൻ ടാസ്കും നിങ്ങൾക്ക് ഇതിനോടൊപ്പം തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ ആക്ഷൻ ടാസ്ക് കറക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം കൂടെ ഒന്ന് എൻഷുർ ചെയ്യാം. അതോടൊപ്പം തന്നെ ഒന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്താണ്, നിങ്ങൾക്ക് ഫസ്റ്റ് സെഷനിൽ തന്നെ ഒരു ന്യൂ ഹൊറൈസൺ ഫോം നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു അല്ലെ. ഇനി ആരെങ്കിലും അത് ചെയ്യാൻ ബാക്കി ഉണ്ട് എങ്കിൽ അത് നമ്മുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് ഭാഗമായിട്ടുള്ള ഒരു ഗൂഗിൾ ഫോം ആയിരുന്നു എനിക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. ഇനി ആരെങ്കിലും അത് ചെയ്യാൻ ബാക്കി ഉണ്ട് എങ്കിൽ ഇന്ന് തന്നെ ഈ സെഷൻ വൈൻഡപ്പ് ചെയ്ത ഉടനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ന്യൂ ഹൊറൈസൺ ഫോമും കൂടെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് തന്നെ സബ്മിറ്റ് ചെയ്യാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോ താങ്ക് യു ഫോർ യുവർ എനർജി ആൻഡ് താങ്ക് യു ഓൾ ഫോർ ഇത്രയും ടൈം ഞങ്ങളോട് നിന്നിട്ടുള്ള എല്ലാവർക്കും എന്റെ അതുപോലെ തന്നെ മാധവി മാമിന്റെ ഭാഗത്തു നിന്നൊക്കെയുള്ള ഒരു ലേൺ വൈസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു താങ്ക്സ് ഞാൻ അറിയിക്കുകയാണ്. മാം സെയിം കാര്യം തന്നെയാണ്. ഇത്ര നേരം വളരെ ക്ഷമയോടുകൂടെ ഈ ഒരു സെഷൻ കംപ്ലീറ്റ് ആയിട്ട് കണ്ടിരുന്ന എന്റെ എല്ലാ ലേണേഴ്സിനും ഒരു വലിയ താങ്ക്സ് പറയുന്നുണ്ട് ഫ്രം ദി ലേൺ വൈസ് ഫാമിലി.